بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ISM സംഘടിപ്പിക്കുന്ന ദ ലൈറ്റ് എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട തുറന്ന സംവാദത്തിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തരും. ഈ തുറന്ന സംവാദത്തിൽ തുറന്ന ചർച്ചക്കായി നാം തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്നാണ്. ഏറെ ശ്രദ്ധേയമായ ഈ വിഷയത്തെ കണ്ണും കാതും ഹൃദയവും തുറന്ന് ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോക ചരിത്രത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട, ഇന്നും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോക ചരിത്രത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, ഇന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറെ സ്വാധീനിച്ച, ഇന്നും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറെ വിസ്മയിപ്പിച്ച, ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം, അതെ, വിശുദ്ധ ഖുർആൻ. വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഈ സവിശേഷമായ വേദഗ്രന്ഥത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണാനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലോകത്തുള്ള നിരവധി മത ദാർശനിക പ്രമാണങ്ങളിൽ നിന്നും തീർത്തും വ്യതിരിക്തമായി നിലകൊള്ളുകയാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള മറ്റേത് മത ദാർശനിക പ്രമാണങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിനെ വ്യതിരിക്തമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. ഒന്നാമതായി, ലോകത്തെ മറ്റെല്ലാ മത ദാർശനിക പ്രമാണങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിനെ സവിശേഷമാക്കുന്നത്
ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ദൈവീകത തന്നെയാണ്. ലോകത്തെ ഒരു മതദാർശനിക പ്രമാണവും സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്നില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ ലോകത്തോട് ഇത് ലോകങ്ങളുടെ നാഥൻ അവതരിപ്പിച്ച ഗ്രന്ഥമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറയുടെ 192-ാമത്തെ വചനത്തിലൂടെ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറയുടെ 192-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കുമ്പോൾ ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജദയുടെ തുടക്കത്തിലും 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിറിന്റെ തുടക്കത്തിലും 45-ാം അധ്യായം സൂറത്ത് ജാത്തിയുടെ തുടക്കത്തിലുമെല്ലാം വിശുദ്ധ ഖുർആന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകത്തെ ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. രണ്ടാമതായി മറ്റിതര മതദാർശനിക പ്രമാണങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനിനെ വ്യതിരിക്തമാക്കുന്ന സവിശേഷ ഘടകം, അതെ, ഇത് മാനവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ലോകത്തെ ഏതെങ്കിലും പ്രത്യേക വർഗത്തിലേക്കോ വിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തെയോ മാത്രം പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല ഖുർആൻ. മറിച്ച് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും, മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർക്ക്, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ഒരേ ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇക്കാര്യം ലോകത്തോട് തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 185-ാമത്തെ വചനത്തിലൂടെ ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്ക് മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമെന്ന് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി വിശുദ്ധ ഖുർആനിനെ മധ്യതര മതദാർശനിക പ്രമാണങ്ങളിൽ നിന്നും സവിശേഷമാക്കുന്നത്, അതെ, ഇത് അന്തിമ പ്രവാചകന്റെ ദിവ്യ ദൃഷ്ടാന്തമാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന അനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകം കണ്ട ആ ശ്രേഷ്ഠനായ പ്രവാചകന്റെ അന്തിമ വേദഗ്രന്ഥവും ആ അന്തിമ പ്രവാചകന്റെ ദിവ്യ ദൃഷ്ടാന്തവുമായി വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നു. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 44-ാമത്തെ വചനത്തിലൂടെ وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. പ്രവാചകരെ, താങ്കൾക്ക് നാം ഈ ദിക്റിനെ, ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തെ ജനങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുവാനും അങ്ങനെ ജനങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും വേണ്ടിയെന്ന് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 44-ാമത്തെ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമ്മോട് തുറന്നു പറയുന്നു. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംരക്ഷണ ചുമതല ലോകങ്ങളുടെ നാഥൻ നേർക്കുനേരെ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആന്റെ മാത്രം സവിശേഷതയാണ്, വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരിക്കലും അവയുടെ പൂർണ്ണമായ സംരക്ഷണ ചുമതല സ്രഷ്ടാവ് നേർക്കുനേരെ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം വിശുദ്ധ ഖുർആന്റെ അവസ്ഥ ഇതിൽ നിന്നും ഭിന്നമാണ്. ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യരിലേക്ക് മാർഗമായി, മാർഗദർശനമായി ലോകങ്ങളുടെ നാഥൻ അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിന്റെ സംരക്ഷണ ചുമതല നേർക്കുനേരെ സ്രഷ്ടാവ് ഏറ്റെടുത്ത കാര്യമാണ് ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ ആയത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചവൻ, അതുകൊണ്ട് തന്നെ ഈ വേദഗ്രന്ഥത്തെ നാം തന്നെ സംരക്ഷിക്കുമെന്നത് ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ അധിപതിയുടെ പ്രഖ്യാപനമായി വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 9-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന ആശയങ്ങളാകട്ടെ, ആദർശങ്ങളാകട്ടെ, നിയമങ്ങളാകട്ടെ, സാരോപദേശങ്ങളാകട്ടെ, കൽപ്പനകളാകട്ടെ, വിലക്കുകളാകട്ടെ, എല്ലതും മാനവികമാണ്, തീർത്തും പ്രായോഗികമാണ് എന്ന പരമയാഥാർത്ഥ്യത്തെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് കേവലമായ സങ്കുചിത ചിന്തയിലേക്കോ തീവ്രവാദത്തിലേക്കോ ഭീകരതയിലേക്കോ വർഗീയതയിലേക്കോ അല്ല, വികലവും വികൃതവുമായ വിശ്വാസാചാരങ്ങളിലേക്കുമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നതും നയിക്കുന്നതും സത്യത്തിലേക്കും നന്മയിലേക്കും സ്വർഗത്തിലേക്കും സമർപ്പണത്തിലേക്കും സർവോപരി
മോക്ഷത്തിലേക്കുമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 25-ാമത്തെ വചനത്തിലൂടെ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ നേർക്കുനേരെയുള്ള പരാമർശങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലൂടെ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇദാ ഗ്രന്ഥം, വിശുദ്ധ വേദഗ്രന്ഥം, ഇദാ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ഇത് നേരായ ചൊവ്വായ വഴിയിലേക്ക് ജനങ്ങൾക്ക് വഴിമാർഗം കാണിക്കുന്നു. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ മഹത്തരമായ പ്രതിഫലത്തെക്കുറിച്ച് ലോകത്തെ സന്തോഷ വാർത്ത അറിയിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് സത്യത്തിലേക്കും നന്മയിലേക്കും സർവോപരി മോക്ഷത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലുള്ള സൃഷ്ടിപൂജയുടെ കെടുതികളിൽ നിന്ന് സട്ടാവിന്റെ മാർഗത്തിലേക്ക് ശുദ്ധേകദൈവാരാധനയുടെ മഹിതമായ മോക്ഷത്തിന്റെ തലങ്ങളിലേക്ക് മാനവരാശിക്ക് വഴി കാണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും വരെ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മതദല്ലാളന്മാരുടെയും മതപുരോഹിതന്മാരുടെയും കപടാത്മീയതയുടെ വക്താക്കളുടെയും നിരന്തരമായ ചൂഷണങ്ങളുടെ കെടുതികളിൽ നിന്ന് മാനവരാശിയെ യഥാർത്ഥ ആത്മീയതയിലേക്ക്, വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക്, ശുദ്ധേകദൈവാരാധനയുടെ മഹിതമായ ഉജ്ജ്വലമായ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുകയാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനത്തിലൂടെ മാനവരാശി അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നതും ഈ മഹിതമായ സന്ദേശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. യാ അയ്യുഹന്നാസ് ഫഅബ്ദു റബ്ബക്കും വല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് ലോകത്തോട്, മാനവരാശിയോട് വിശുദ്ധ ഖുർആൻ ഉപദേശം നൽകുന്നു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുക നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സട്ടാവിന്റെ ആരാധ്യത നിങ്ങൾ അംഗീകരിക്കുക. വളരെ കൃത്യമായി സകലരെയും സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ അധിപതി അറിയണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നും സൃഷ്ടിപൂജ വടിയണമെന്നും ശുദ്ധേകദൈവാരാധനയിലേക്ക് സട്ടാവിന്റെ മാർഗത്തിലേക്ക് കാലെടുത്തു വെക്കണമെന്നും വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു. മഹിതമായ ഏകദൈവാരാധനയിലേക്ക്, ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു ഖുർആൻ. രണ്ടാമതായി, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിലുള്ള വെട്ടും കുത്തും കൊലയും അതിക്രമങ്ങളും സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്രമായി നിർഭയത്വത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യം പോലും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെ മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ ആശയത്തിലേക്കും മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ ആദർശത്തിലേക്കും വിശുദ്ധ ഖുർആൻ ലോകത്തെ ക്ഷണിക്കുകയാണ്, ലോകത്തെ നയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിലൂടെ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ ജനങ്ങളെ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ ലഹളകൾക്ക് തിരികൊളുത്തുവാനും വേണ്ടിയല്ല, മറിച്ച് ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ എന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഏകനായ സട്ടാവിങ്കൽ ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് തൊലി വെളുത്തവനോ ഉന്നത കുല ജാതിയിൽ പറന്നവനോ ഉന്നത തറവാട്ടിക്കോ അല്ലെങ്കിൽ ആരോഗ്യ ഘടകാത്തനോ സമ്പന്നനോ അല്ല, മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും ചിട്ടപ്പെടുത്തുന്നത്, വിമലീകരിക്കുന്നത് അവർക്ക് മാത്രമാണ് സട്ടാവിങ്കൽ ഉന്നതമായ സ്ഥാനമുള്ളൂ, മാനമുള്ളൂ, മഹിതമായ പദവിയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച് എല്ലാ അർത്ഥത്തിലുള്ള ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ പേരിലുള്ള സകലവിധ സങ്കുചിത ചിന്തകളുടെ അടിവേരർത്തുകൊണ്ട് മാനവ സഹോദര്യത്തിന്റെ മഹിതമായ ആശയ തലങ്ങളിലേക്ക് ജനങ്ങൾക്ക് വഴിയും മാർഗവും കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ. തീവ്രവാദത്തിന്റെ പേരിലുള്ള, വർഗീയവാദത്തിന്റെ പേരിലുള്ള സകലവിധ വിഷവിത്തുകളിൽ നിന്നും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ക്രൂരതകളിൽ നിന്നും തെന്നിമാറി സമാധാനത്തിന്റെ, ശാന്തിയുടെ മഹിതമായ തലങ്ങളിലേക്ക് ജനങ്ങൾക്ക് വഴിമാർഗം കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ. മദ്യത്തിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് എല്ലാ അർത്ഥത്തിലുള്ള അബാധാവസ്ഥയിലേക്ക് ആണ്ടുകിടക്കുന്ന മനുഷ്യ സമൂഹത്തെ സത്യത്തിന്റെ, നന്മയുടെ ബോധമണ്ഡലങ്ങളിലേക്ക് വഴി കാണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ അർത്ഥത്തിലുള്ള
അന്ധകാരങ്ങളിലേക്ക്, കൂരിരുട്ടിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ, സർവോപരി മോക്ഷത്തിന്റെ പ്രകാശത്തിലേക്ക് വഴി നടത്തുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പരിവർത്തിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ജനങ്ങളെ സമൂലമായും പരിവർത്തിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിന് മാത്രമേ മനുഷ്യ ജീവിതത്തെ ഇത്ര കൃത്യമായി സ്പർശിക്കാനും, വിശുദ്ധ ഖുർആനിന് മാത്രമേ മനുഷ്യന്റെ നിഖില മേഖലകളെ സ്പർശിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗവും മാർഗദർശനം നൽകാനും കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുന്ന ഖുർആൻ മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിച്ച് ആ രംഗത്ത് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ഖുർആൻ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന ആശയങ്ങളും ആദർശങ്ങളും നിർദ്ദേശങ്ങളുമാണ് എന്നും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് അവൻ വളരണമെങ്കിൽ, അവൻ ഉയരണമെങ്കിൽ അവന്റെ ജീവിതത്തെ കൃത്യമായും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്, വിമലീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമെന്നോണം ഒരു മനുഷ്യൻ എന്ത് കാണണമെന്നും എന്ത് കാണരുത് എന്നും, എന്ത് കേൾക്കണമെന്നും എന്ത് കേൾക്കരുത് എന്നും, എന്ത് പറയണമെന്നും എന്ത് പറയരുത് എന്നും, എന്ത് കഴിക്കണമെന്നും എന്ത് കഴിക്കരുത് എന്നും, എന്ത് കുടിക്കണമെന്നും എന്ത് കുടിക്കരുത് എന്നും, എങ്ങനെ നടക്കണമെന്നും എങ്ങനെ നടക്കരുത് എന്നും, എന്തു ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തെ ഇത്ര കൃത്യമായി സ്പർശിക്കുന്ന, മനുഷ്യ ജീവിതത്തെ ഇത്ര കൃത്യമായി വിപുലീകരിക്കുന്ന ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥവും ഇല്ല എന്ന പരമയാഥാർത്ഥ്യത്തെ ഗൗരവത്തോടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്രയധികം നന്മയുടെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ, പ്രകാശത്തിന്റെ തലത്തിൽ ഉറച്ചു നിന്നിട്ട് പോലും വിശുദ്ധ ഖുർആൻ പ്രശ്നമാണ് എന്ന് പറയുന്നവർ, വിശുദ്ധ ഖുർആൻ കലാപ ഹേതുവാണെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, വിശുദ്ധ ഖുർആനാണ് സകലവിധ തീവ്രവാദ വർഗീയവാദ ലഹളകൾക്ക് മൂലകാരണമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വിശുദ്ധ ഖുർആനെതിരെ ഉന്നയിക്കുന്ന ആളുകൾ, ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുള്ള കൊടും ക്രൂരതകൾക്കും ആവേശവും പ്രചോദനവും വിശുദ്ധ ഖുർആനാണെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ നിരന്തരം പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവരുടെ വാദമുഖങ്ങൾ അതെ അതിന്റെ ഏറ്റവും ക്രൂരമായ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന മുറവിളി കൂട്ടുന്ന ആളുകൾ ഒരു വശത്ത്, ഏറ്റവും ചുരുങ്ങിയത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അടർത്തി മാറ്റി വലിച്ചെറിയണമെന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ, ചന്ദമൽ ചോപ്രയെ പോലുള്ള ഫാസിസ്റ്റ് ലൈൻ സ്വീകരിച്ച ആളുകൾ 1985 കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ 24-ലധികം ആയത്തുകൾ ഖുർആനിൽ നിന്ന് അടർത്തി മാറ്റണം, ഇത് പ്രശ്നമാണ്. ഈ ആയത്തുകൾ ഖുർആനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് സമാധാനം ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലുള്ള ആശയങ്ങളും ആരോപണങ്ങളും വിശുദ്ധ ഖുർആന്റെ മുന്നിൽ, വിശുദ്ധ ഖുർആനെതിരെ ഉന്നയിച്ച ആളുകൾ. മറ്റൊരു വശത്ത് വിശുദ്ധ ഖുർആൻ നിരോധിച്ചാൽ പോരാ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അതിൽ നിന്ന് അടർത്തി മാറ്റിയാലും പോരാ, മറിച്ച് വിശുദ്ധ ഖുർആനിനെ കത്തിച്ച് കളയുകയാണ് വേണ്ടത് എന്ന അമേരിക്കൻ പാതിരിയായ ജെറി ജോൺസനെ പോലെയുള്ള ആളുകളുടെ വാദമുഖങ്ങൾ മറ്റൊരു വശത്ത്. ഇങ്ങനെ നിരന്തരം വിശുദ്ധ ഖുർആനിനെ പ്രതിക്കൂട്ടിലാക്കാനും നിരന്തരം വിശുദ്ധ ഖുർആൻ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരം ബുദ്ധിജീവികളുടെ ഇത്തരത്തിലുള്ള തന്ത്ര കുതന്ത്രങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രമാത്രം വിശുദ്ധ ഖുർആനെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ, ഇത്രമാത്രം വിശുദ്ധ ഖുർആനിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചന്ദമൽ ചോപ്രയെ പോലുള്ള ആളുകൾ ആരാധിക്കുന്ന, അവർ നെഞ്ചിലേറ്റുന്ന, അവർ ആരാധിക്കുന്ന, പൂജിക്കുന്ന ദേവി ദേവഗണങ്ങളെയോ അവതാര പുരുഷങ്ങളെയോ വിശുദ്ധ ഖുർആൻ ചീത്ത പറയുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ ശകാരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ അവഹേളിക്കുന്നുണ്ടോ? അതേ അമേരിക്കൻ പാതിരിയായ ജെറി ജോൺസനെ പോലെയുള്ള ആളുകൾ ആരാധിക്കുന്ന യേശുവിനെയോ യേശുവിന്റെ മാതാവായ കന്യാമറിയത്തെയോ വിശുദ്ധ ഖുർആൻ അവഹേളിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ ശകാരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ ചീത്ത പറയുന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സ്വാഭാവികമാണ് ഇവരുടെ പ്രതികരണം ഇത്രമാത്രം ശക്തമാവാം, ഇത്രമാത്രം കഠിനമാകാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ സമീപനമല്ല അത്.
ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 108-ാമത്തെ വചനത്തിലൂടെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല തസ്ബുൽ ലദീന യദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ ശകാരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, കന്യാമറിയത്തെ ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയായി കൊണ്ടാണ് ഖുർആൻ 66-ാം അധ്യായം സൂറത്ത് തഹരീമിന്റെ 12-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സൂറത്ത് മറിയം ബീവിയെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലാകട്ടെ അതിലെ 30 മുതൽ 34 കൂടിയ വരികളിലൂടെ മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ മഹത്വവൽക്കരിക്കുകയും ലോകത്തിന് മാതൃകയായി അനുപമമായ ജീവിതത്തിന്റെ ഉടമയെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ അവഹേളിക്കുന്നില്ല ഖുർആൻ. ഒരിക്കലും കന്യാമറിയത്തെ ഇടിച്ചു താഴ്ത്തുന്നില്ല ഖുർആൻ. ഒരിക്കലും സൃഷ്ടാവിന് പുറമെ ഏകനായ നാഥനായ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ ശകാരിക്കണം, അവഹേളിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല ഖുർആൻ. അതേസമയം സൃഷ്ടിപൂജയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഒരർത്ഥത്തിലും ഇത്തരത്തിലുള്ള ശകാര നടപടിക്രമങ്ങളോ ഇത്തരത്തിലുള്ള തെറിവിളികളോ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളോ വിശുദ്ധ ഖുർആനിന്റെ ശൈലിയല്ല, വിശുദ്ധ ഖുർആനിന്റെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ഇത്രമാത്രം വിശുദ്ധ ഖുർആൻ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് പ്രേരണ നൽകുന്ന പ്രചോദക ഘടകം എന്ത് എന്ന ചോദ്യത്തിന് ഇവരെല്ലാം ഏകസ്വരത്തിൽ നൽകുന്ന മറുപടി അതേ ചന്ദമൽ ചോപ്ര കൽക്കത്ത ഹൈക്കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞ അതേ കാരണം തന്നെയാണ് അമേരിക്കൻ പാതിരിയായ ജെറി ജോൺസൺ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം മുന്നോട്ട് വെച്ച അതേ കാരണം തന്നെയാണ് ഭൂമിയിൽ സ്വർഗലോകം പടക്കുവാനുള്ള വികലവും വികൃതവുമായ ആശയങ്ങൾ നെഞ്ചിലേറ്റി ജീവിക്കുന്ന അതേ ഭൂമിയിൽ ഉട്ടോപ്യൻ ചിന്തകളും ആശയങ്ങളും പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശുദ്ധ ബൗദ്ധിക ദർശനത്തിന്റെ വക്താക്കളും ഇതേ കാരണം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. സാമ്രാജ്യത്വ കുത്തകകളും മുതലാളിത്ത രംഗത്തെ ഭീമന്മാരും ഇതേ കാരണം തന്നെയാണ്, ഒരേ കാരണം തന്നെയാണ് വിശുദ്ധ ഖുർആനെതിരെ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. യുദ്ധത്തിന് ആഹ്വാനം നൽകുന്ന ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതൊക്കെയാണ് ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്ക് മൂല കാരണം. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന സകലവിധ വർഗീയ ലഹളകൾക്കും സകലവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം വിശുദ്ധ ഖുർആൻ വാളിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടും വിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടും വിശുദ്ധ ഖുർആൻ യുദ്ധാഹ്വാനം നടത്തുന്നത് കൊണ്ടുമാണെന്ന് വരുത്തി തീർക്കാനും അത്തരത്തിലുള്ള വിശദീകരണവും ന്യായവാദങ്ങളുമാണ് ഇപ്പറയുന്ന ആളുകൾ തങ്ങളുടെ തന്ത്ര കുതന്ത്രങ്ങളുടെ ഭാഗമായി നൽകിക്കൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണോ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധ ഖുർആൻ മാത്രമാണോ വാളിനെ കുറിച്ച് സംസാരിച്ചത്? വിശുദ്ധ ഖുർആൻ മാത്രമാണോ യുദ്ധ നടപടികളെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? അല്ല എന്നതല്ലേ സത്യം. നിലവിലുള്ള നമുക്ക് ലഭിക്കുന്ന ഇന്ന് നിലവിലുള്ള ഹൈന്ദവ ക്രൈസ്തവ മത ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം യുദ്ധ നടപടിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം യുദ്ധാനന്തര നടപടികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ സായുധമേന്തുവാനുള്ള ആഹ്വാനങ്ങളും വാളു പ്രയോഗിക്കുവാനുള്ള കൽപ്പനകളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, ഋഗ്വേദം നമുക്കറിയാം. 4 അടിസ്ഥാന വേദങ്ങളിലെ പ്രഥമ വേദമായി അംഗീകരിക്കപ്പെടുന്ന ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ഒന്നാണ് ആര്യ ദസ്സു സംഘടനകൾ. ആര്യന്മാരും ദസ്സുക്കളും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതുവഴിയുള്ള കെടുതികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇതറിയുന്ന ആൾ തന്നെയല്ലേ ചന്ദമൽ ചോപ്രയെ പോലുള്ള ആളുകൾ, അത്തരത്തിലുള്ള വീക്ഷണങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെക്കുന്ന ആളുകൾ. ഇനി നോക്കി, രാവണ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ രാമായണമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, ശ്രീമദ് ഭഗവത്ഗീതയുടെ ജന്മം തന്നെ യുദ്ധഭൂമിയാണ്, കുരുക്ഷേത്ര ഭൂമിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതത്തിന്റെ 18-ാമത്തെ പർവമാണ് ഭീഷ്മപർവം. ആ ഭീഷ്മപർവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ തന്റെ ഉറ്റവരും ഉടയവരുമായി യുദ്ധം ചെയ്ത് തനിക്കൊന്നും നേടണ്ട എന്ന് പ്രതികരിക്കുന്ന പാർത്ഥനോട്, അർജുനനോട് ശ്രീകൃഷ്ണൻ നൽകുന്ന സാരോപദേശം എന്താണ്? ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹീം തത്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അതെ, നീ ഈ യുദ്ധത്തിൽ മരിച്ചു പോയാൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം. നീ ജയിച്ചാൽ നിനക്ക് രാജ ഭരണമുണ്ട്, ഇന്ദ്രപ്രസ്ഥമുണ്ട്. അതുകൊണ്ട് തത്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ, നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട യുദ്ധത്തിന് വേണ്ടി നീ ചാടി എഴുന്നേൽക്കണമെന്നുള്ള കൃത്യമായ ഉപദേശങ്ങൾ
നിർദ്ദേശങ്ങളും യുദ്ധത്തിനുള്ള പ്രചോദനവും നൽകുന്നില്ലേ ശ്രീകൃഷ്ണൻ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനവും രാമായണത്തെക്കുറിച്ചും ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ ആര്യ ദസ്സു സംഘടനകളെ കുറിച്ചുമെല്ലാം അറിയുന്നവർ തന്നെയാണ് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മാത്രം ഇവർ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളുടെ കരങ്ങളിലുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം വാളിനെ കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും യുദ്ധാനന്തര നടപടികളെ കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിരിക്കെ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, ഖുർആൻ യുദ്ധാനന്തര നടപടികളെ കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് ഖുർആൻ പ്രശ്നമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റൊരു വശത്ത് ജെറി ജോൺസനെ പോലെയുള്ള അമേരിക്കൻ പാതിരിമാരും പറയുന്നത് വിശുദ്ധ ഖുർആൻ വാളിനെ കുറിച്ച് പറയുന്നു, യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, യുദ്ധാനന്തര നടപടികളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഴയ നിയമ പുസ്തകം ബൈബിൾ ആവർത്തന പുസ്തകത്തിലെ 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 കൂടിയ വരികളിൽ ശത്രു രാജ്യവുമായി നടന്ന യുദ്ധത്തിന് ശേഷം ആ ശത്രുക്കളിലെ മുഴുവൻ പുരുഷന്മാരെയും അറുകൊല ചെയ്യണമെന്നും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കണമെന്നും അതോടൊപ്പം തന്നെ സമ്പത്ത് മുഴുവൻ പിടിച്ചടക്കണമെന്നുള്ള പരാമർശങ്ങളാണ് ആവർത്തന പുസ്തകത്തിലുള്ളത്. ഇക്കാര്യം അറിയില്ലേ? ഈ അമേരിക്കൻ പാതിരിയെ പോലെയുള്ള ആളുകൾക്ക് സംഖ്യാ പുസ്തകത്തിലും യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ലേ? എന്തിനേറെ ബൈബിൾ പുതിയ നിയമ പുസ്തകത്തിൽ പിലോത്തോസിന്റെ പടയാളികൾ തന്നെയും തന്റെ അനുയായികളെയും ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം അറിയുമ്പോൾ ഗത്സമന തോട്ടത്തിൽ തന്റെ അനുയായികളോട് മേലങ്കി വിറ്റ് വാള് വാങ്ങിക്കണമെന്ന നിർദ്ദേശം നൽകിയ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിലെ യേശുവിന്റെ നിർദ്ദേശത്തെ അറിയുന്നവരല്ലേ ഇവരെല്ലാം? എന്നിട്ടും എന്തേ വിശുദ്ധ ഖുർആനിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു? എന്നിട്ടും എന്തേ വിശുദ്ധ ഖുർആൻ പ്രശ്നമാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കുന്നു? ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്ത് എന്ന്, കാരണം എന്ത് എന്ന് അന്വേഷിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. റഷ്യയിലെ അതേ സ്വകാര്യ സ്വത്തിനെ നിർമൂലനം ചെയ്യുക വഴി മാത്രമാണ് സമത്വ സുന്ദരമായ സ്വർഗലോകം റഷ്യയുടെ മണ്ണിൽ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന വികലവും വികൃതവുമായ ആശയങ്ങളുടെ പ്രചാരണത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്ത ചരിത്രമാണ് ഭൗതിക ദർശനത്തിന്റെ ചരിത്രം. ഉക്രൈനിലെ 2 കോടിയിലധികം വരുന്ന പട്ടിണി പാവങ്ങളായ കർഷകരെ പട്ടിണി കിട്ടു കൊന്ന ചരിത്രമാണ് ഭൗതിക ദർശനത്തിന്റെ ചരിത്രം. ഇത് നന്നായി അറിയുന്നവരാണ് ഭൗതിക ദർശനത്തിന്റെ വക്താക്കൾ. ഈ ചോര ചിന്തിയ ഇത്തരത്തിലുള്ള കർക്കശമായ ക്രൂരമായ നടപടിക്രമങ്ങൾ റഷ്യൻ മണ്ണിൽ അത്തരത്തിലുള്ള വികൃതമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ച ആളുകളാണ് വിശുദ്ധ ഖുർആനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, വിശുദ്ധ ഖുർആൻ പ്രശ്നമാണെന്ന് മുദ്ര വെക്കുന്നത്. സാമ്രാജ്യത്വ കുത്തകകളും മുതലാളിത്ത ശക്തികളും അതേ ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും അവർ ചെയ്ത ക്രൂരതകൾ, കൊടും ക്രൂരതകൾ ലോകം കണ്ടതാണ്. ആയിരമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അറുകൊല ചെയ്ത അത്തരത്തിലുള്ള വികൃതമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ച സാമ്രാജ്യത്വ കുത്തകകളാണ് വിശുദ്ധ ഖുർആൻ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ലോകത്തിലെ സകലവിധ പ്രശ്നങ്ങൾക്ക് മൂലകാരണമെന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കയിലും ബോംബിട്ട് വിയറ്റ്നാമിൽ സാധാരണക്കാരായ പൊന്നുമക്കൾക്ക് മുന്നിൽ ഭക്ഷണ പൊതികൾ എന്ന വ്യാജേന വലിച്ചെറിഞ്ഞു കൊടുത്തത് പൊട്ടിത്തെറിക്കുന്ന ബോംബായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കണ്ണു ചോരല്ലാത്ത വളരെ വികൃതമായ ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് തിരികൊളുത്തിയ സാമ്രാജ്യത്വ കുത്തകകളും മുതലാളിത്ത ഭീകരന്മാരുമാണ് വിശുദ്ധ ഖുർആൻ പ്രശ്നമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനാണ് ലോകത്തെ സകലവിധ പ്രശ്നങ്ങൾക്ക് മൂലകാരണമെന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത, എന്താണ് സത്യം? ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ലേ? ഉണ്ട്. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ വാളെടുക്കാൻ പറഞ്ഞത്? വഴിയിലൂടെ നടന്നു പോകുന്ന സകലരുടെയും തലവട്ടുവാനുള്ള ആഹ്വാനം വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു അർത്ഥത്തിലാണ് പലരും വിശുദ്ധ ഖുർആനിനെ വരുത്തി തീർക്കുന്നത്, വിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദർ. എങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്? മക്കയിൽ നീണ്ട 13 കൊല്ലം ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റി നിരന്തരമായ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിച്ചുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ട ജീവിതം, അദ്ദേഹത്തിന്റെ അനുയായികളും അതുപോലെ നിരന്തരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളിലും വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനുയായികളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥക്ക് വരെ സാക്ഷ്യം വഹിച്ച പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ മതമനുസരിച്ച്, സട്ടാവു പഠിപ്പിച്ച ആദർശമനുസരിച്ച്, ശുദ്ധ ദൈവാരാധന അനുസരിച്ച് ഈ മക്ക മണ്ണിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോ മക്ക വിട്ട് സ്വന്തമായി ഉണ്ടായിരുന്ന കൃഷിയിടവും സ്വന്തമായി ഉണ്ടായിരുന്ന സ്വത്തുകളും ഉറ്റവരെയും ഉടയവരെയും വിട്ട് ലോകങ്ങളുടെ നാഥന്റെ തൃപ്തിയും പ്രതിഫലവും ലക്ഷ്യമിട്ടുകൊണ്ട് മക്ക വിട്ടവരായിരുന്നു അതേ മുസ്ലിങ്ങൾ. മദീനയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ രാഷ്ട്രനായകനായി. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാകുകയും ആ രാഷ്ട്ര സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം റസൂലുള്ളാഹിയിൽ ഭദ്രമാകുകയും ആ രാഷ്ട്രത്തിൽ യഹൂദന്മാരടക്കമുള്ള ആളുകൾക്ക് നിർഭയത്വത്തിന്റെ ബാധ്യത അല്ലെങ്കിൽ അവരുടെ സംരക്ഷണ ചുമതല വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയായി തീരുന്നു. ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ രാഷ്ട്രത്തോട് ബാധ്യതയുണ്ട്. രാഷ്ട്രത്തിലെ മുസ്ലിങ്ങളും ജൂതന്മാരുമായ ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള സുരക്ഷിതത്വവും നൽകേണ്ടതുണ്ട്. പൂർണ്ണമായ സംരക്ഷണ ചുമതല ഒരു രാഷ്ട്രനായകന്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മക്കയിൽ നിന്ന് മക്ക വിട്ട് മദീനയിലേക്ക് പോയ മുഹാജിറുകളുടെ സമ്പത്ത്, അവരുപേക്ഷിച്ചു പോയ അവരുടെ വീടും തോട്ടങ്ങളും സ്വർണ്ണനാണയങ്ങളും എന്നു തുടങ്ങി സകല സമ്പത്തും കണ്ടുകെട്ടുകയാണ് മക്കയിലെ സത്യനിഷേധികൾ. ആ സകല സമ്പത്തും കണ്ടുകെട്ടി ആ സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്ത് അബൂ സുഫിയാൻ എന്ന കച്ചവട പ്രമുഖന്റെ നേതൃത്വത്തിൽ കച്ചവടം ചെയ്ത് അതുവഴി ഉണ്ടാകുന്ന കൊള്ളലാഭം ഉപയോഗിച്ച് വാളും പരിചയും കുന്തവും ഒട്ടകവും കുതിരയും വാങ്ങിച്ച് സർവായുധ സജ്ജരായി മദീനയെ തകർക്കാൻ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ തച്ച് തകർക്കാൻ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്താൻ, മുസ്ലിങ്ങളെയെല്ലാം ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുവാനുള്ള വളരെ ആസൂത്രിതമായ തന്ത്രത്തിനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ തിരികൊളുത്തിയത്. ഇങ്ങനൊരു കച്ചവട സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകൻ അറിയുന്നു. എന്ത് ചെയ്യണം? ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപതി മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കണോ? എന്തും നടന്നോട്ടെ, എന്തും സംഭവിച്ചോട്ടെ എന്ന് കരുതി ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ ആ രാഷ്ട്രത്തിന്റെ സമാധാനവും ആ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ കച്ചവട സംഘം അവർക്ക് ലഭിച്ച കൊള്ള ലാഭവുമായി അവർ മക്കയിലെത്തരുത്. എത്തിയാൽ അത് മുസ്ലിങ്ങളുടെ മദീനയുടെ സർവനാശത്തിന് കാരണമായി തീരും. ആ കച്ചവട സംഘത്തെ തടയാൻ ഒരു കൊച്ചു സംഘവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് പുറത്തിറങ്ങുന്നു. പക്ഷേ ഈ വിവരമറിഞ്ഞ കച്ചവട സംഘം മറ്റൊരു വഴി രക്ഷപ്പെടുകയും അതേസമയം അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളെക്കാളും സർവായുധ സജ്ജരായ ഒരു വലിയ വമ്പൻ സൈന്യം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് വരികയും ബദറിൽ അവർ അഭിമുഖീകരിക്കുകയും അങ്ങനെ ബദർ നടക്കുകയും ചെയ്തു എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ ബാധ്യത എന്തോ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപതിയുടെ ബാധ്യത എന്തോ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിന്നാൽ അത് രാഷ്ട്ര സംവിധാനത്തിന്റെ സർവനാശത്തിന് കാരണമായി തീരും. സട്ടാവിനെ മാത്രം ആരാധിക്കാൻ ഒരു മനുഷ്യൻ പോലും മദീനയിൽ അവശേഷിക്കാത്ത ദുരന്തമുണ്ടാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ചറബിന്റെ വഹി ഉണ്ടാകുന്നു. എന്ന ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനം, നിരന്തരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായ കാരണത്താൽ ഇതാ നിങ്ങൾക്ക് അല്ലാഹു യുദ്ധാനുമതി നൽകുന്നു എന്നുള്ള വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുണ്ടാകുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബദർ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖാതിലു ഫീ സബീലില്ലാഹി ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അവിടെ പോലും പരിധികൾ ലംഘിക്കരുത് എന്നും ഇസ്ലാം നിശ്ചയിച്ച പടച്ചറബ് പഠിപ്പിച്ച ഒരു പരിധിയും നിങ്ങൾ ലംഘിക്കരുത് എന്നും, പരിധി ലംഘകരെ ഒരർത്ഥത്തിലും സർട്ടാവിന് ഇഷ്ടമല്ല, വെറുപ്പാണ് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ 2-ാമത്തെ സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനവും അതുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഇത്തരം സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെയാണ് അതേ ചന്ദമൽ ചോപ്രയെ പോലുള്ള, ജെറി ജോൺസനെ പോലെയുള്ള, അതോടൊപ്പം തന്നെ മറ്റിതര ഭൗതിക ദർശനത്തിന്റെ വക്താക്കളെ പോലെയുള്ള സാമ്രാജ്യത്വ കുത്തകകളും അതിന്റെ ബുദ്ധിജീവികളും ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിനെ പ്രതികൂട്ടിലാക്കാൻ, ഖുർആൻ ഒരു പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അതേ യഥാർത്ഥത്തിലുള്ള കാരണം ഇത്രമാത്രം വിശുദ്ധ ഖുർആനിനെ വികൃതവൽക്കരിക്കാനും ഇത്രമാത്രം വിശുദ്ധ ഖുർആനിനെ പ്രതികൂട്ടിൽ നിർത്തുവാനും ഇവരെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന കാരണം എന്ത് എന്ന്, അവരെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന പ്രചോദക ഘടകം എന്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അത്തരത്തിലുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഇപ്പോൾ മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി പിരിയുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സഹോദരങ്ങളെ, വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന ഏറെ പ്രസക്തമായ വിഷയത്തിൻ്റെ പ്രധാന ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിനെ പ്രശ്നമായി, കലാപഹേതുവായി, സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഖുർആനാണ് എന്ന അർത്ഥത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും പ്രചോദനവും ആവേശവും നൽകുന്ന ആളുകൾക്ക് എന്തൊരു ലക്ഷ്യമാണ് അവരുടെ മനസ്സിലുള്ളത് എന്നും എന്തൊരു താല്പര്യത്തിനാണ് ഇവരിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളും സത്യത്തിന്റെ ശത്രുക്കൾക്കും നന്നായി അറിയാം തങ്ങളുടെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അഥവാ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിനെ മാർഗമാക്കി, വിശുദ്ധ ഖുർആനിനെ മാർഗരേഖയാക്കി സ്വീകരിക്കുന്നു എന്നതൊരു പച്ചയായ സത്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച അമേരിക്കൻ പാതിരിയുടെ ജെറി ജോൺസനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നു, ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ, അത് അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ലണ്ടനിലാകട്ടെ, ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ക്രൈസ്തവരെല്ലാം ശക്തമായ നിരന്തരമായി വിശുദ്ധ ഖുർആനിനെ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒടുവിൽ വിശുദ്ധ ഖുർആനിനെ ദൈവികമായ മാർഗമായി, മാർഗദർശനമായി സ്വീകരിക്കുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഏത് വിധേനയും എന്തു വില കൊടുത്തും ഈ കുതിപ്പിന് കൂച്ചുവിലങ്ങടണമെന്നുള്ള വളരെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മൈനേകുകയും അതിന്റെ ഭാഗമായ ശക്തമായ ബോധവൽക്കരണങ്ങളെല്ലാം നടത്തുകയും അതെല്ലാം പരാജയപ്പെടുമ്പോൾ പലപ്പോഴും വിശുദ്ധ ഖുർആനിലേക്ക് ആളുകൾ അടുക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലേക്ക് മനസ്സുകൾ മാറിപ്പോകുമ്പോൾ, വിശുദ്ധ ഖുർആൻ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകം വിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ വിസ്മയിച്ച് തരിച്ചു നിൽക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലേക്ക് ആരും അടുക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ ആരും വായിക്കരുത് എന്നും വിശുദ്ധ ഖുർആനിന്റെ താളുകൾ ആരും മറിക്കരുത് എന്നുള്ള ദുഷ്ടലാക്കോടുകൂടെയുള്ള വളരെ ആസൂത്രിതമായ തന്ത്ര കുതന്ത്രങ്ങൾക്കും ഇവർ തിരികൊളുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതിക ദർശനത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായ റഷ്യയുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഭിന്നമല്ല. ഒരുപാട് ആളുകൾ റഷ്യൻ മണ്ണിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ വായിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ ഉന്നതമായ ദൈവികതയ്ക്ക് മുന്നിൽ വിസ്മയിച്ച് തരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേറെ കറുത്ത വർഗ്ഗക്കാരുടെ ഭൂരിപക്ഷ പ്രദേശമായ സൗത്ത് ആഫ്രിക്കയിലും അതോടൊപ്പം തന്നെ ജർമ്മനിയിലും, എന്തിനേറെ ഇന്ത്യ മഹാരാജ്യത്തിലും നമ്മുടെ മലയാള മണ്ണിലും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിമൺ എംബ്രൈസിംഗ് ഇസ്ലാം എന്ന ന്യൂകർക്കിന്റെ ഗ്രന്ഥത്തിലൂടെ 5 ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു യൂറോപ്യന്മാരെങ്കിൽ അതിലെ 5-ൽ 4 സ്ത്രീകളാണ് അർത്ഥത്തിലുള്ള പഠനങ്ങളും ചർച്ചകളും നടക്കുന്നു. ഒരേ സമയം സ്ത്രീകളും അതേസമയം പുരുഷന്മാരും, അതേസമയം കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളും അതേസമയം വെളുത്ത വർഗത്തിൽപ്പെട്ട ആളുകളും, അതേസമയം സമ്പന്നരും അതേസമയം സാധാരണക്കാരും, അതേസമയം ബുദ്ധിജീവികളും അതേസമയം സാധാരണക്കാരായ ആളുകളെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിനെ വായിക്കുകയും വിശുദ്ധ ഖുർആനിനെ കേൾക്കുകയും വിശുദ്ധ ഖുർആനിന്റെ ഉന്നതമായ ദൈവികതയ്ക്ക് മുന്നിൽ വിസ്മയിച്ച് തരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഒടുവിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി ഇസ്ലാമിന്റെ മഹിതമായ ആദർശത്തിലേക്ക്, വിശുദ്ധ ഖുർആന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു പച്ചയായ സത്യമായിരിക്കെ ഈ ശക്തമായ കുതിപ്പിന് കൂച്ചുവിലങ്ങിടുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇരുട്ടിന്റെ ശക്തികൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ പ്രതിക്കൂട്ടിലാക്കാനും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുവാനും വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്ന ആളുകൾ, അതിന്റെ ഭാഗമെന്നോണം ഒട്ടനവധി വിമർശനങ്ങൾ വിശുദ്ധ ഖുർആനെതിരെ ഉന്നയിക്കുന്ന ആളുകൾ, ഈ വിമർശന ഗ്രന്ഥങ്ങളും ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത്തരം ഗ്രന്ഥങ്ങൾ വായിച്ച് വിമർശന ബുദ്ധിയോടുകൂടെ തന്നെ വിശുദ്ധ ഖുർആനിനെ നോക്കിക്കണ്ട പല ബുദ്ധിജീവികളും ഒടുവിൽ വിശുദ്ധ ഖുർആനിന്റെ ദിവ്യപ്രകാശത്തിന്റെ മുന്നിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലിയ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ പ്രവാചകന്റെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്ത, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ വെല്ലുവിളിച്ച, വിശുദ്ധ ഖുർആനിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ലബീദ് ബിൻ റബീഅ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസറിന്റെ മുന്നിൽ വിസ്മയിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് അറേബ്യൻ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മീം എന്ന ഹറഫ് പോലും ഉപയോഗിക്കാതെ ഏറ്റവും കൃത്യമായ രീതിയിൽ കൃത്യമായ ഒരു ആശയത്തെ ആളുകളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ. മീം എന്ന ഹറഫ് ഉപയോഗിക്കാതെ ഒരു ഗദ്യമോ പദ്യമോ ഉപയോഗിക്കാനോ ഉണ്ടാക്കാനോ രചിക്കാനോ സൃഷ്ടിക്കാനോ കഴിയില്ലായിരുന്നു അറബികൾക്ക്. ആ കാലഘട്ടത്തിൽ അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കൊലപതിയായ ലബീദ് ബിൻ റബീഅ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസറിന്റെ മുന്നിൽ മീം എന്ന ഹറഫ് പോലും ഉപയോഗിക്കാതെ ആശയ സമ്പുഷ്ടമായ ആ ദിവ്യ വചനങ്ങൾക്ക് മുന്നിൽ വിസ്മയിച്ച് അത്ഭുതത്തോടെ തരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ വെല്ലുവിളിച്ച, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്ത, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ വിശുദ്ധ ഖുർആനിനെ എതിരെ എല്ലാ അർത്ഥത്തിലുള്ള മർക്കട മുഷ്ടികളുടെ നിലപാടുകളും സ്വീകരിച്ച വലീദ് ബിൻ മുഗീറ പോലും വിശുദ്ധ ഖുർആനിന്റെ ഉജ്ജ്വലമായ പ്രകാശത്തിന്റെ മുന്നിൽ അദ്ദേഹം ആ യാഥാർത്ഥ്യത്തെ സമ്മതിക്കുന്നുണ്ട്. ഇതിന് വല്ലാത്ത വേരുകളുണ്ട്, ഇതിനെ അതിജയിക്കാൻ ലോകത്തെ ഒന്നിനും കഴിയില്ല. അറബികൾക്കിടയിൽ എന്നെ പോലെ അറബി സാഹിത്യത്തെ കുറിച്ച് അറിയുന്നവരായി ഇന്നു മറ്റാരുമില്ല. ഞാൻ പറയുന്നു, ഇത് സകലതിനെയും അതിജയിക്കുമെന്ന് വലീദ് ബിൻ മുഗീറ പോലും തുറന്നു സമ്മതിക്കുന്ന ഒരു ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്ലാം, അതേ വിശുദ്ധ ഖുർആൻ അറബിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ വിമർശന ബുദ്ധിയോടുകൂടെ നോക്കിക്കണ്ട ആളുകൾ, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ വെല്ലുവിളിച്ച ആളുകൾ, എത്ര ആളുകളാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വിശുദ്ധ ഖുർആനിനെ മാർഗദർശനമായി സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാ ഈ 2011 ഈ നില തുടരുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നു. ജനകോടികളുടെ മനസ്സുകളെ വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ലോകം വിശുദ്ധ ഖുർആന്റെ ഉജ്ജ്വലമായ ദൈവിക പ്രകാശത്തിന്റെ മുന്നിൽ വിസ്മയിച്ച് തരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തെന്നറിയാതെ അലഞ്ഞ് തിരിഞ്ഞു നടക്കുകയും ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുകയും, അതല്ലെങ്കിൽ മദ്യത്തിലും ലഹരിയിലും അഭയം തേടുകയും, അല്ലെങ്കിൽ കപടാത്മീയ കേന്ദ്രങ്ങളിൽ സ്വന്തത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ട സാഹചര്യത്തിൽ ധാർമ്മികതയെല്ലാം തന്നെ പിച്ചു ചീന്തപ്പെട്ട് സദാചാര മൂല്യ തകർച്ചയിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം. മറ്റൊരു വശത്ത് കൊലയും കൊള്ളയും കൊലവിളിയും അതിക്രമങ്ങളും ക്രൂരതകളുമായി വല്ലാത്ത ദുരന്തത്തിന് സാക്ഷിയായി കൊണ്ടിരിക്കുന്ന ലോകം സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ത് എന്ന് അന്വേഷിക്കുകയാണ്. ഈ പരിഹാരം അന്വേഷിക്കുന്ന ലോക മനസ്സുകൾ ആഗ്രഹിക്കുന്നത് കേവലം ചില ബുദ്ധിജീവികളുടെ പരിഹാരമല്ല, ഏതെങ്കിലും ഭൗതിക ദർശനത്തിന്റെ തത്വങ്ങൾ മുന്നോട്ട് വെച്ച പരിഹാരമല്ല, അതല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ ഉന്നയിക്കുന്ന പരിഹാര മാർഗമല്ല. അവർ കൊതിക്കുന്നത് സട്ടാവിൽ നിന്നുള്ള മാർഗദർശനമാണ്, സട്ടാവ് പഠിപ്പിച്ച കൃത്യമായ പരിഹാരമാണ്. അത്തരം ഒരു പരിഹാര മാർഗം വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകം വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്നു. തങ്ങളുടെ ജീവിത രേഖയായി, തങ്ങളുടെ മാർഗദർശനമായി വിശുദ്ധ ഖുർആനിന്റെ പ്രകാശത്തെ അവർ നെഞ്ചിലേറ്റുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതെ, വിശുദ്ധ ഖുർആനിനെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്ത് നമുക്ക് പരിശോധിക്കാം. ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും വിശുദ്ധ ഖുർആനിനെ വായിക്കുന്ന, വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ ഉജ്ജ്വലമായ ദൈവികതയ്ക്ക് മുന്നിൽ ധരിച്ചു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആൻ ലോകത്തെ വെല്ലുവിളിക്കുന്നു. ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ, അതേ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് കിടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവരാൻ, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിന് കിടപിടിക്കുന്ന ഒരു ആയത്ത് കൊണ്ടുവരാനുള്ള വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, 1400 വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിലൂടെ
نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി, ഈ അധ്യായത്തിന് കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവരാനുള്ള വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി, ഈ വെല്ലുവിളിക്ക് നിത്യപ്രസക്തിയുണ്ട്. സാർവകാലിക പ്രസക്തമാണ് വിശുദ്ധ ഖുർആന്റെ ഈ വെല്ലുവിളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അതിന് മറുപടി കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ മുഴുവൻ കുലപതികളും വിശുദ്ധ ഖുർആനിന്റെ ജ്വലിക്കുന്ന പ്രകാശത്തിന്റെ മുന്നിൽ, വിശുദ്ധ ഖുർആനിന്റെ ഉന്നതമായ ദൈവികതയ്ക്ക് മുന്നിൽ പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ച ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. ഇന്നും വിശുദ്ധ ഖുർആനിന് പകരം ഒരു ഗ്രന്ഥം, ഒരു അധ്യായം, ഒരു ആയത്ത് കൊണ്ടുവരാനുള്ള സകല പരിശ്രമങ്ങളും പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ വെല്ലുവിളിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്നില്ലേ? അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര അവർക്കതിൽ കാണാൻ കഴിയുമായിരുന്നു. ഇല്ല, ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഒരർത്ഥത്തിലുള്ള പോരായ്മകളും ഒരർത്ഥത്തിലുള്ള ന്യൂനതകളും വിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ, ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ വിമർശകർക്കോ, ഇന്നേ വരെയുള്ള ബുദ്ധിരാക്ഷസന്മാർക്കോ, ഇന്നേ വരെയുള്ള ശാസ്ത്ര പടുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, വിശുദ്ധ ഖുർആനിൽ ഒരബദ്ധവുമില്ല, ഒരർത്ഥത്തിലുള്ള അബദ്ധവുമില്ല, ഒരർത്ഥത്തിലുള്ള പുഴുക്കുത്തുകളുമില്ല, ഒരർത്ഥത്തിലുള്ള ന്യൂനതകളുമില്ല, ഒരർത്ഥത്തിലുള്ള പോരായ്മകളുമില്ല, ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ല. എന്നാൽ മറ്റിതര മതദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ ഒരു ഭാഗത്ത് മദ്യം കുടിക്കരുത് എന്ന് പറയുന്നു, മറ്റൊരു അടുത്ത് മദ്യം സേവിക്കാനുള്ള നിർദ്ദേശങ്ങളും വചനങ്ങളും കാണുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് മദ്യം ശരി, മറ്റൊരു ഭാഗത്ത് മദ്യം തെറ്റി എന്ന അർത്ഥത്തിലുള്ള പരസ്പര വിരുദ്ധമായ വൈരുദ്ധ്യ ആശയങ്ങളും നിർദ്ദേശങ്ങളുമാണ് മറ്റിതര ദാർശനിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യവുമില്ല. ശരിയായ വഴിയിലേക്ക് വിശുദ്ധ ഖുർആൻ വഴിയും വെളിച്ചവും മാർഗവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴിമാർഗം കാണിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ഒരർത്ഥത്തിലുള്ള കൈകടത്തലുകളുമില്ല വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മുൻ വേദഗ്രന്ഥങ്ങളിൽ അതേ മനുഷ്യരുടെ മതപുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് അവ വിധേയമായിട്ടുണ്ട് എന്ന് ആ വേദഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് പഠിച്ച ആ വേദദാർശനിക പ്രമാണങ്ങളിൽ അവഗാഹം നേടിയ ആ വ്യത്യസ്ത മതദർശനങ്ങളുടെ മഹാപണ്ഡിതന്മാർ വരെ അംഗീകരിക്കുന്ന ഒരു പച്ചയായ സത്യമാണ്. ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി ഇത് സൃഷ്ടാവിൽ നിന്നാണ് എന്ന് പറഞ്ഞവർ, അതുവഴി സമ്പാദിച്ചവർ, അതുവഴി ഭൗതികമായ സുഖലോലുപതയ്ക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ നടത്തിയ ആളുകൾ, എഴുതി പിടിപ്പിച്ച ആളുകൾ, നാശം 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 എന്ന് വിശുദ്ധ ഖുർആൻ ഒരൊറ്റായത്തിലൂടെ 3 തവണ ഇത്തരം വികൃത നടപടിക്രമങ്ങൾ സ്വീകരിച്ച ആളുകളെ ശപിക്കുന്നു. അതേസമയം വിശുദ്ധ ഖുർആനിൽ ഒരർത്ഥത്തിലുള്ള കൈകടത്തലുകളുമില്ല, ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യവുമില്ല. ലോകത്തിന് മാർഗമായി, മാർഗദർശനമായി ജ്വലിച്ചു നിൽക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഒരുപാട് ശാസ്ത്ര വസ്തുതകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശങ്ങൾ നടത്തി. ഒരുപാട് ചരിത്ര സംഭവങ്ങളെ കുറിച്ച് ലോകത്തിന് വിശുദ്ധ ഖുർആൻ വിശദീകരണം നൽകി. മർമ്മപ്രസക്തമായ ചില പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞു. മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ധാർമ്മിക രംഗത്തെ കൽപ്പനകളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും നിയമാനുശാസനകളെ കുറിച്ചും ഖുർആൻ സംസാരിച്ചു. അതിലെവിടെയും ഒരു തകരാറുമില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം സവിശേഷതയാണ്. ജ്വലിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, വശംസു തജ്രി ലിമുസ്തഖറിൽ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീന്റെ 38-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിലൂടെ ജോസഫ് എഡമുറുഗ് മുഹമ്മദ് നബിക്ക് അബദ്ധം പറ്റിയെന്നും വിശുദ്ധ ഖുർആനിൽ അശാസ്ത്രീയ പരാമർശങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. സൂര്യൻ ചലിക്കുന്നു എന്ന വിഡ്ഢിത്തമാണ് മുഹമ്മദ് പറഞ്ഞത്. സൂര്യൻ ചലിക്കുന്നു എന്ന അശാസ്ത്രീയമായ പരാമർശമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയത് എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മാർഗമായി
മാർഗദർശനമായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിലെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും അറിവുകളും അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതാ മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നു, സൂര്യന് അടിസ്ഥാനപരമായി 4 ചലനങ്ങളുണ്ട്. ഒന്നാമത്തെ ചലനം ഓരോ 160 മിനിറ്റ് കൂടുമ്പോ ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ചലനത്തിന് വിധേയമാണ് സൂര്യൻ. രണ്ടാമത്തെ ചലനം സ്വയം ഒന്ന് കറങ്ങണമെങ്കിൽ 25 ദിവസം വേണം രണ്ടാമത്തെ ചലനം. മൂന്നാമതായി ഈ താരാസമൂഹത്തിന് ചുറ്റും കറങ്ങി വരാൻ സൂര്യന് 25 കോടി വർഷം വേണം. നാലാമത്തെ ചലനം ഈ മഹാപ്രപഞ്ചത്തിന്റെ വികാസം അനുസരിച്ചുകൊണ്ടുള്ള ചലനമെന്ന് ആധുനിക ശാസ്ത്രം സൂര്യന് അടിസ്ഥാനപരമായി 4 ചലനമുണ്ട് എന്ന് കൃത്യമായി സ്ഥാപിക്കുമ്പോൾ ശാസ്ത്ര വസ്തുതകൾ ഈ ഒരു പച്ചയായ സത്യത്തെ നമുക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജ്വലിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കൊണ്ടാണ് പടച്ചറബ് സംസാരിച്ചത്. സൂര്യൻ ചലിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ചലനത്തെക്കുറിച്ചും അതിന്റെ സൃഷ്ടി സംവിധാനത്തെക്കുറിച്ചും പഠിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ധരിച്ചു നിൽക്കുകയാണ്, വിസ്മയിച്ചു നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഇത്ര കൃത്യമായ പരാമർശങ്ങൾക്ക് മുന്നിൽ എങ്ങനെ കഴിഞ്ഞു ഇതിന്? എങ്ങനെ കഴിഞ്ഞു? അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ രംഗത്തുള്ള ശാസ്ത്ര ലോകത്തെ കണ്ടെത്തലുകൾ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജ്വലിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കൊണ്ട് ഇത്ര കൃത്യമായ പരാമർശങ്ങൾ നടത്താൻ എങ്ങനെ കഴിഞ്ഞു വിശുദ്ധ ഖുർആനിന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രഭചരിക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ 71-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ 16-ാമത്തെ വചനത്തിലൂടെ സംസാരിച്ചു. ഖമറിനെ, ചന്ദ്രനെ നാം ഒരു നൂറാക്കിയിരിക്കുന്നു, ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അതേസമയം സൂര്യനെ നാം വിളക്കാക്കിയിരിക്കുന്നു, സിറാജാക്കിയിരിക്കുന്നു എന്ന പരാമർശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യൻ അതേ ഒരു ഊർജ്ജ സ്രോതസ്സാണെന്നോ സ്വയം കത്തുന്നതാണെന്ന അർത്ഥത്തിലുള്ള ചിന്തയും പഠനവുമൊന്നും ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. രാത്രി പ്രഭചരി ചന്ദ്രനെ കുറിച്ച് ഇത് കേവലം ഒരു നൂറായി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ് അല്ല എന്ന അർത്ഥത്തിലുള്ള പഠനങ്ങളും ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ഇന്നിതാ ശാസ്ത്ര വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുന്നു, സൂര്യനാണ് ഊർജത്തിന്റെ സ്രോതസ്. അത് സ്വയം ജ്വലിക്കുന്നതാണ്, കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂര്യനെ കുറിച്ച് പരാമർശിച്ചപ്പോ സിറാജ് എന്ന് പറഞ്ഞു. എന്നാൽ ചന്ദ്രൻ അങ്ങനെയല്ല, അത് ഊർജത്തിന്റെ സ്രോതസ്സല്ല, അത് സ്വയം ജ്വലിക്കുന്നതല്ല. മറിച്ച് ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത് എന്ന ഒരു പച്ചയായ സത്യത്തിലേക്ക് ഈ അടുത്ത കാലമാണ് ശാസ്ത്ര വസ്തുതകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഭചരിക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് നൂർ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ, ജ്വലിക്കുന്ന സൂര്യനെ ചൂണ്ടിക്കൊണ്ട് സിറാജ് എന്ന് വിശദീകരിച്ച വിശുദ്ധ ഖുർആനിന്റെ ഇത്ര കൃത്യമായ പരാമർശങ്ങൾക്ക് മുമ്പിൽ ആ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ തരിച്ചു നിൽക്കുകയാണ്, വിസ്മയിച്ചു നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ സൂക്ഷ്മമായ പരാമർശങ്ങൾക്ക് മുന്നിൽ, വിശുദ്ധ ഖുർആന്റെ ഉജ്ജ്വലമായ ദൈവിക പരാമർശങ്ങൾക്ക് മുന്നിൽ ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. ഖുർആൻ 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്തിന്റെ 46-ാമത്തെ വചനത്തിലൂടെ ഈ മഹാപ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന ധാരണയായിരുന്നു ഈ അടുത്ത കാലം വരെ ലോകത്തെ നയിച്ചിരുന്നത്. എന്നാൽ 1929-ലാണ് ലോകം ഒരു ഞെട്ടലോടെ ആ സത്യത്തെ തിരിച്ചറിഞ്ഞത്. പ്രപഞ്ചം ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരമയാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയ ലോകം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇതാ 929കളിൽ നടന്ന പഠനങ്ങൾ. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉപരിലോകത്തെ തന്റെ കരങ്ങളാൽ സൃഷ്ടിക്കുകയും അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ ഉജ്ജ്വലമായ സസൂക്ഷ്മമായ പരാമർശങ്ങൾക്ക് മുന്നിൽ, വിശുദ്ധ ഖുർആനിന്റെ ദൈവികമായ പരാമർശങ്ങൾക്ക് മുന്നിൽ ലോകം തരിച്ചു നിൽക്കുകയാണ്, ലോകം വിസ്മയിച്ചു നിൽക്കുകയാണ്, ലോകം അത്ഭുതത്തോടെ തരിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനേറെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന തേനീച്ചയെ കുറിച്ച് വരെ അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മോട് സംസാരിച്ചു. അതെ, തേനീച്ചയെ കുറിച്ച് ഈ അടുത്ത കാലം വരെ നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും എന്താണ്? തേനീച്ചക്കൂട്ടിൽ തേൻ ശേഖരിക്കുന്നതും കൂട് നിർമ്മിക്കുന്നതെല്ലാം ആൺ തേനീച്ചകളാണ് എന്ന ധാരണയായിരുന്നു നമ്മുടെ മുൻഗാമികളെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഴയകാല സാഹിത്യങ്ങളിലും പഴയകാല നാടകങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നമുക്ക് വായിക്കാനും കഴിയുന്നത്. എന്നാൽ 1876-ലാണ് ഹോളണ്ടുകാരനായ സോമർധാം എന്ന ശാസ്ത്രജ്ഞനാണ് തേനീച്ചയെ കുറിച്ചുള്ള ആധികാരികമായ
പഠനം ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയത് തേനീച്ചക്കൂട്ടിൽ തേൻ ശേഖരിക്കുന്നത് ആൺതേനീച്ചയല്ല, പെൺതേനീച്ചയാണ്. തേനീച്ചക്കൂട്ടിൽ കൂട് നിർമ്മിക്കുന്നത് അതേ ആൺതേനീച്ചയല്ല, പെൺതേനീച്ചയാണ്. അതേ കൂട് നിർമ്മിക്കുന്നതും തേൻ ശേഖരിക്കുന്നതും ഇത്തരത്തിലുള്ള സകല ഡ്യൂട്ടികളും അത് പെൺതേനീച്ചകളുടെ ബാധ്യതയാണ്. ആൺതേനീച്ചകളല്ല ഈ പണിയെടുക്കുന്നത്, ഈ ജോലികൾ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലുള്ള കണ്ടെത്തലുകൾ നടന്നു. 1973 വോൺ ഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞന് ആ രംഗത്തുള്ള തേനീച്ചയുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് അദ്ദേഹത്തിന് ലോകം നോബൽ സമ്മാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം നഹൽ തേനീച്ച എന്ന അധ്യായത്തിന്റെ 68-69 വചനങ്ങളിലൂടെ തേനീച്ചയെ കുറിച്ച് അല്ലാഹു സംസാരിച്ചു. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم കുലി മിൻ കുല്ലി ثمرات ഫസ്ലുകി സുബുല റബ്ബിക ദുലുല എന്ന ശ്രദ്ധേയമായ വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ. അതേ, നിന്റെ നാഥൻ തേനീച്ചക്ക് ദിവ്യ ബോധനം നൽകിയ സന്ദർഭം. ഇത്തഖദി, നീ ഉണ്ടാക്കടി എന്ന കൽപ്പന, ഒരു സ്ത്രീയോടുള്ള കൽപ്പന സ്വരമാണ്, പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. ആൺതേനീച്ചയോടാണെങ്കിൽ പുരുഷനോടാണെങ്കിൽ ഇത്തഖിദ് എന്നാണ് ഖുർആൻ ഉപയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഖുർആൻ ഉപയോഗിച്ചത് ഇത്തഖിദി, നീ ഉണ്ടാക്കണം എന്നുള്ള കൽപ്പന. സ്ത്രീയോടാണ് ഉണ്ടാക്കടി എന്ന കൽപ്പന. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1876 ഈ പരമയാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് ലോകം വന്നത് എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് കൂട് നിർമ്മിക്കുന്നത് പെൺതേനീച്ചയാണെന്നുള്ള കൃത്യമായ പരാമർശങ്ങൾ നൽകിയ വിശുദ്ധ ഖുർആനിന്റെ ആ പ്രകാശത്തിന്റെ മുന്നിൽ, വിശുദ്ധ ഖുർആനിന്റെ ജ്വലിക്കുന്ന ദൈവികതയ്ക്ക് മുന്നിൽ ആ വിഷയങ്ങൾ പഠിക്കുന്ന ലോകം ധരിച്ചു നിൽക്കുന്നു, വിസ്മയിച്ചു നിൽക്കുന്നു. അത്ഭുതകരമാണ്. ഇത്ര കൃത്യമായി ആ കാലഘട്ടത്തിൽ എങ്ങനെ പറയാൻ കഴിഞ്ഞു വിശുദ്ധ ഖുർആനിന്? എങ്ങനെ ഇത്ര കൃത്യമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, നമ്മെ കുറിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചുകൊണ്ട് പുറത്തു വന്ന നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഭ്രൂണദശയിലുള്ള നമ്മുടെ വ്യത്യസ്തങ്ങളായ ഘട്ട പുരോഗതിയെ കുറിച്ച് ഖുർആൻ അക്കമിട്ട് എണ്ണമിട്ട് എടുത്തെടുത്ത് സംസാരിച്ചു. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 12 മുതൽ 14 വരെയുള്ള വരികളിലൂടെ ثم خلقنا نطفة علقة فخلقنا العلقة مضغة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അതേ, പുരുഷന്റെ ബീജത്തെ നാം അലക്കയാക്കി ഭ്രൂണമാക്കി അട്ടയാക്കുന്നു, അതിനെ ചവച്ചരച്ച മാംസദളമാക്കുന്നു, അതിനുശേഷം അതിന് അസ്ഥിശകലങ്ങൾ നൽകുന്നു. ആ അസ്ഥിശകലങ്ങൾക്ക് മാംസദളങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ഒരു നല്ല സൃഷ്ടിയായി മറ്റൊരു സൃഷ്ടിയായി നാം അതിനെ വാർത്തെടുക്കുന്നു. അതേ, ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ പടച്ചറബ് അനുഗ്രഹീത പൂർണ്ണനാകുന്നു എന്ന വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് സിക്താണ്ഡമായി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കുന്ന ആ ഘട്ടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലക്ക എന്നാണ്. അലക്ക എന്ന അറബി പദത്തിന്റെ അർത്ഥം അട്ട എന്ന അർത്ഥമുണ്ട്, കടിച്ചു തൂങ്ങി അള്ളിപ്പിടിക്കുന്നത് എന്ന അർത്ഥമുണ്ട്. അതേ, ഇങ്ങനെയുള്ള ഏതേത് അർത്ഥതലങ്ങൾ എടുത്തു നോക്കിയാലും വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ വളരെ കൃത്യമാണ് എന്ന് അതേ ടൊറോണ്ടോയിലെ അതേ ഭ്രൂണശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ കേത്ത്മൂറിനെ പോലെയുള്ള ആളുകൾ ഖുർആനിലെ അലക്ക എന്ന പ്രയോഗമാണ് ആ ഘട്ടത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ഉന്നതമായ പ്രയോഗമെന്ന് അദ്ദേഹം പോലും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്ര രംഗത്തെ ബുദ്ധിജീവിയായി അദ്ദേഹം പോലും അംഗീകരിക്കുന്ന ഒരു ചിത്രമാണ് അതേ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഇത്തരം പരാമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിലെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഘട്ടം ഘട്ടമായ വളർച്ചയിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു തകരാർ, ഒരു ചെറിയ പാളിച്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ വിമർശകർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെയുള്ള സത്യത്തിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ വിശുദ്ധ ഖുർആനിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി തന്ത്ര കുതന്ത്രങ്ങൾ മെനയുന്ന ഒരു ബുദ്ധിജീവിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
മറിച്ച് അതേ കൃത്യമായി പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പച്ചയായ സത്യം. എല്ലാവരും 100-ൽ 101 മാർക്ക് കൊടുക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ കൃത്യമായ പരാമർശങ്ങൾക്ക് മുന്നിൽ ലോകം വിസ്മയിച്ച് തരിച്ചു നിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ സവിശേഷമായ ഈ പരാമർശങ്ങൾക്ക് മുമ്പിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. ആ ചരിത്ര സംഭവങ്ങളിൽ കേവലം പൊടിപ്പും തൊങ്ങലും പറഞ്ഞ് ആളുകൾക്ക് ഹരം പിടിപ്പിക്കുക എന്ന സാധാരണ നിലവാരം കുറഞ്ഞ സാഹിത്യ സമീപനമല്ല ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ ഉതകുന്ന തലത്തിൽ, മനുഷ്യ ദിശനയെ തൊട്ടുണർത്തുന്ന തലങ്ങളിൽ കൃത്യമായ പച്ചയായ സത്യങ്ങൾ ഒരു പദത്തിൽ പോലും തകരാറ് വരാതെ വളരെ കൃത്യമായി പടച്ചറബ് പ്രയോഗിക്കുന്നു. ഓരോ സംഭവങ്ങളും ഓരോ ചരിത്ര വസ്തുതകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല പ്രവചനങ്ങളും വിശുദ്ധ ഖുർആൻ നടത്തി. ആ പ്രവചനങ്ങളെല്ലാം സത്യമായി പുലർന്ന ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിപ്പിച്ച ധാർമ്മിക നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സാരോപദേശങ്ങൾ, ഖുർആൻ ഒരു കാര്യം തിന്മ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവോടെ അത് തിന്മയല്ല നന്മയാണെന്ന് സ്ഥാപിക്കാൻ ഇന്നേ വരെയുള്ള ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ നടത്തിയ ഏതെങ്കിലും ഒരു പരാമർശത്തിൽ അബദ്ധമുണ്ട് എന്ന കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെ സ്ഥാപിക്കാനോ കൃത്യമായി തെളിയിക്കാനോ ഇന്നേ വരെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ ഇരുട്ടിന്റെ ശക്തികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖുർആനിനെ കേൾക്കാൻ, ഖുർആനിനെ വായിക്കാൻ, ഖുർആനുമായി അടുക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ദൈവികമായ ഉജ്ജ്വല പ്രകാശത്തിന്റെ മുന്നിൽ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാൻ, കണ്ണൊന്ന് തുറക്കാൻ, കാതൊന്ന് തുറക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്വാധീനിക്കും നമ്മുടെ മനസ്സുകളെ, അത്ഭുതപ്പെടുത്തും നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കും വിശുദ്ധ ഖുർആൻ. കാരണം ഇത് ലോകങ്ങളുടെ നാഥന്റെ വചനമായതുകൊണ്ട് വല്ലാത്ത സ്വാധീന ശക്തിയുണ്ട് വിശുദ്ധ ഖുർആനിന്. ആരുടെയും മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന, കൃത്യമായി അവന്റെ ദിശനയെ തൊട്ടുണർത്തുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു പച്ചയായ സത്യമാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നത്. നമ്മളെല്ലാം മരിക്കും. മരിക്കാത്തവരായി ഈ ലോകത്താരുമില്ല. ജനിച്ചവരെല്ലാം മരിക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു പരമയാഥാർത്ഥ്യമാണ്. ഈ പരമയാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാനാവുക? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു കാട്ടറബി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മരിച്ചുപോയ മനുഷ്യന്റെ എല്ല് പൊടി പൊടിയാക്കി പൊടിക്കൂട്ടമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് മരിച്ച മനുഷ്യന്റെ എല്ല് പൊടി പൊടിയാക്കി അദ്ദേഹം ഊതി പറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഈ മനുഷ്യനെ രണ്ടാമതും നിന്റെ സ്രഷ്ടാവ് സൃഷ്ടിക്കുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങുന്നു. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ കരുതിയോ അവനെ രണ്ടാമത് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്ന്? അവന്റെ വിരലുകളെ പോലും സംവിധാനിച്ച സൃഷ്ടാവിന് മനുഷ്യനെ രണ്ടാമത് പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ല എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വചനങ്ങളാണ് ആ സമയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ അറിയേണ്ടതുണ്ട്, വിരലടയാള ശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായ ഗവേഷണ പ്രബന്ധം ലോകത്ത് സമർപ്പിക്കപ്പെടുന്നത് 1880-കളിലാണ് സർ ഫ്രാൻസിസ് ഗോൾട്ടിന്റെ നേതൃത്വത്തിൽ. ഇന്ന് ലോകത്ത് 700 കോടിയിലധികം ജനമുണ്ട്. അവരുടെ എല്ലാം വിരലുകൾ വ്യത്യസ്തം. ലോകത്ത് ആദം മുതൽ ജനിച്ചു മരിച്ചുപോയ പരകോടി മനുഷ്യരുടെ വിരൽ തുമ്പുകൾ വ്യത്യസ്തം. ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിരവധി അമ്മമാരുടെ, ഉമ്മമാരുടെ, അമ്മച്ചിമാരുടെ ഗർഭാശയങ്ങളിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ചോര പൈതലുകളുടെ വിരലുകൾ വ്യത്യസ്തം. ഇതുപോലും അത്യത്ഭുതകരമായി സംവിധാനിക്കാൻ കഴിഞ്ഞ സൃഷ്ടാവിന് രണ്ടാമത് നമ്മെ പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ല എന്ന സത്യത്തെ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുമ്പോ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ പരാമർശങ്ങളെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മരണത്തിന് ശേഷം ജീവിതം ഒരു സത്യമാണ്. സ്വർഗം, നരകം ഇത് പരമയാഥാർത്ഥ്യമാണ്. ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാൻ 185-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സകലരും മരിക്കും, സകലരും മരിക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ് മനുഷ്യ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കുക. അന്ന് സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ആരാണോ നരകശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുന്നത്,
ഫഖദ് ഫാസ്, അവനാണ് ആത്യന്തികമായ വിജയം നേടിയവൻ, അവനാണ് നിത്യജീവനിൽ പ്രവേശിച്ചവൻ, അവൻ തന്നെയാണ് മോക്ഷം നേടിയെടുത്തവൻ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമെന്ന് തിരിച്ചറിയണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാളെയുടെ ലോകത്ത് നമുക്ക് സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ, നാളെയുടെ ലോകത്ത് ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് ആത്യന്തികമായി നമുക്ക് മോചനവും മോക്ഷവും ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിനെ മാർഗമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതരേഖയായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിന്റെ വചനമായി നെഞ്ചിലേറ്റേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ സ്വഭാവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത് കാന ഖുൽഖുൽ ഖുർആൻ, ഖുർആനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഖുർആൻ പറഞ്ഞ സകല നന്മകളുടെ മകുടോദാഹരണമായി ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് ജീവിതത്തിന് നിഖില മേഖലയിലും അനുപമമായ മാതൃകയായി ജ്വലിച്ചു നിൽക്കുകയാണ് പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ ലോകത്തിന് മാതൃകയായി പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ വിശുദ്ധ ഖുർആനാണെന്ന് പറയുമ്പോൾ ആ സവിശേഷമായ ദിവ്യവചനങ്ങളെ, പടച്ചറപ്പിന്റെ പ്രകാശത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രകാശത്തെ സ്വന്തം ജീവിതത്തിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ലോകം കണ്ട അന്തിമ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ അടുത്തറിയേണ്ടതുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ, വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന ഏറെ ശ്രദ്ധേയമായ, ഏറെ വിസ്മയകരമായ ഈ വിഷയത്തെ നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. അതെ, നിങ്ങളുടെ മനസ്സുകളിൽ ജന്മം കൊള്ളുന്ന സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സുകളിൽ ജന്മം കൊള്ളുന്ന വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജന്മം കൊള്ളുന്ന ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നിങ്ങൾ പലപ്പോഴും വ്യത്യസ്തങ്ങളായ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധാരണകളെ തിരുത്തുവാൻ, സത്യം അറിയുവാൻ, തുറന്ന് ചോദിക്കുവാൻ, തുറന്ന സംശയം മുന്നോട്ട് വെക്കുവാൻ ഈ തുറന്ന വേദിയെ, ഈ തുറന്ന സംവാദത്തെ, ഈ ചർച്ചയെ ആ ഒരു ഗൗരവത്തോടെ നോക്കിക്കാണണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ണും കാതും ഹൃദയവും തുറന്ന് വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന സവിശേഷമായ ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത കേട്ട മുഴുവൻ സഹോദരിമാരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ മഹത്തായ ഗ്രന്ഥത്തെ, ഇതിന്റെ സവിശേഷതയെ, ഇതിന്റെ ദൈവികതയെ, ഇത് മാത്രമാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്ന സത്യത്തെ, ഇത് മാത്രമേ മനുഷ്യനെ മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുകയുള്ളൂ എന്ന പരമയാഥാർത്ഥ്യത്തെ തുറന്ന മനസ്സുമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പഠിക്കണമേ, ചിന്തിക്കണമേ, സൃഷ്ടിപരമായി കാര്യങ്ങൾ നോക്കിക്കാണണമേ എന്ന് ഉണർത്തുകയാണ്. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും. 5 നേരം നമസ്കാരത്തിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഉദ്ദേശം? സഹോദരങ്ങളെ, ചോദ്യം ചോദിക്കുന്ന ആൾ ചോദ്യകർത്താവിന്റെ പേരും സ്ഥലവും പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. എൻ്റെ പേര് ദർവേഷ്, ഞാൻ കൊച്ചിക്കാരനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും അവതരണ ശൈലിയും നിലനിൽപ്പുമെല്ലാം മനുഷ്യരുടെ ദിഷണയെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് മനുഷ്യ കഴിവുകളെ എല്ലാം കൃത്യമായി നേർക്കുനേരെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുകയും ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും എല്ലാം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ
പഠനവിധേയമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഇത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള വസ്തുതകളാണ് ഉദാഹരണങ്ങൾ സഹിതം സംക്ഷിപ്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയകമായ തുറന്ന സംവാദമാണിനി. വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് സംവാദ വേദിയെ അന്വർത്ഥമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരം കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന്, എന്തിനു വേണ്ടിയാണ് 5 നേരത്തെ നമസ്കാരമെന്ന്? തീർച്ചയായും ഇസ്ലാം മുസ്ലിങ്ങൾ നിർബന്ധമായും 5 നേരം നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നു. എന്തിനു വേണ്ടി? പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് ദൈവസ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി എന്നാണ്. മനുഷ്യ മനസ്സുകൾക്കകത്ത് സ്ഥിരമായി പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുകയും ആ ബോധം വഴി ജീവിതത്തെ സമ്പൂർണമായി സംസ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമസ്കാരം നിർബന്ധമായും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിന്റെ സമ്പൂർണമായ സംസ്കരണമാണ് നമസ്കാരത്തിന്റെ ആത്യന്തികമായ ഈ ഭൂമിയിൽ നാം മനുഷ്യർ നേടിയെടുക്കേണ്ട ലക്ഷ്യമെന്നർത്ഥം. 5 നേരം നമസ്കരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് ഒരു ശുദ്ധജല പ്രവാഹത്തിന് മുന്നിൽ ജീവിക്കുകയും ആ ശുദ്ധജല പ്രവാഹത്തിൽ ദിവസേന 5 നേരം ശരീരം വൃത്തിയാക്കി കുളിക്കുകയും ചെയ്യുന്ന ഒരാളോടാണ്. അങ്ങനെ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ പിന്നെ വല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇല്ല എന്ന സ്വഹാബിമാരുടെ മറുപടിക്ക് അദ്ദേഹം അനുബന്ധമായി പറഞ്ഞു, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവന്റെ അവസ്ഥ ഏതാണ്? 5 നേരം നമസ്കരിക്കുന്നയാൾ അയാളുടെ ജീവിതത്തിലേക്ക് പാപങ്ങൾ പിന്നീട് കടന്നു വരികയില്ല. നമസ്കാരം ആത്മാർത്ഥമാണെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത്, അതിപ്രഭാതം മുതൽ ഏകദേശം രാത്രി വരെയുള്ള സമയങ്ങളിൽ കൃത്യമായ ചില ഇടവേളകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ദൈവബോധം എടുത്തു കളയാതെ ഒഴിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്ന വലിയൊരു ധർമ്മമാണ് നമസ്കാരം നിർവഹിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റയുടനെ പടച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ദൈവം തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട്, എന്റെ ജീവിതത്തെ മുഴുവനും നിരീക്ഷിക്കുന്ന പടച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ ജീവിതവും മരണവുമെല്ലാം, എന്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ വർത്തനങ്ങളുമെല്ലാം നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നും നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് എന്നും നീ രഹസ്യവും പരസ്യവുമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും എല്ലാമുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവന്റെ മുന്നിൽ നിന്ന്, പടച്ചവനെ നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ, നീ കോപിച്ച ആളുകളുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചു പോയ ആളുകളുടെ മാർഗത്തിലുമല്ല എന്നെ ഉൾപ്പെടുത്തേണ്ടത്, എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ എന്ന് പടച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏത് സമയത്തും പടച്ചവൻ അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയുണ്ടാവുകയും അതുവഴി അയാൾ തിന്മകളിൽ നിന്ന് സ്വാഭാവികമായും അകന്നു നിൽക്കുകയും ചെയ്യും. പ്രഭാതം കഴിഞ്ഞ് ജോലി സ്ഥലത്തെത്തി പണിയെടുത്ത് ഒരൽപ്പം ക്ഷീണിക്കുന്ന സമയമാകുമ്പോഴേക്ക്, ഉച്ചഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്ക് അടുത്ത നമസ്കാരമായി അവിടെയും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങുന്നു, ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമാകുമ്പോ അടുത്ത നമസ്കാരത്തിന്റെ സമയമായി അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങാടികൾ അവസാനിക്കുന്ന പ്രദോഷമാകുമ്പോ, വൈകുന്നേരമാകുമ്പോ അടുത്ത നമസ്കാരത്തിന്റെ സമയമായി ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് മടങ്ങുന്ന ആ സമയമാകുമ്പോ, രാത്രിയാകുമ്പോ അടുത്ത നമസ്കാരത്തിന്റെ സമയമായി ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ മനുഷ്യ മനസ്സിനെ, മുസ്ലിമിന്റെ മനസ്സിനെ പൂർണ്ണമായി തന്നെ ദൈവബോധത്തിൽ അധിഷ്ഠിതമായി നിലനിർത്തുക എന്ന, ദൈവബോധത്തെ നിരന്തരമായി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന വളരെ പ്രസക്തമായ ഒരു ദൗത്യമാണ് നമസ്കാരം നിർവഹിക്കുന്നത്. നമസ്കാരം വഴി ജീവിതത്തിന്റെ സമൂലമായ സംസ്കരണമാണ് നിർവഹിക്കപ്പെടുന്നത്. നമസ്കാരത്തിലൂടെ, 5 നേരത്തെ നിരന്തരമായ നമസ്കാരത്തിലൂടെ മനുഷ്യ മനസ്സുകൾക്കകത്ത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധമുണ്ടാവുകയും അതുവഴി തിന്മകളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കുകയുമായിരുന്നു ചെയ്യുന്നത് എന്നാണ് ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ ചോദിക്കണ വേറൊന്നല്ല, ഈ 5 നേരം നമസ്കരിച്ച് കഴിഞ്ഞാൽ
ഒരു ഏകീകരണം വരുമോ? 5 നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏകീകരണം വരുമോ എന്നാണ് ചോദ്യം. ഇവിടെ നമസ്കാരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വൈയക്തികമായി സർവ്വലോകരക്ഷിതാവായ തമ്പുരാനുമായുള്ള ബന്ധമുണ്ടാക്കുന്ന, പടച്ചവനെ കുറിച്ചുള്ള ബോധത്തിൽ മനസ്സിനെ പൂർണ്ണമായും അധിഷ്ഠിതമാക്കുന്ന ഒരു വിശുദ്ധമായ കർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരം വഴി തീർച്ചയായും മനുഷ്യൻ സംസ്കരിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമസ്കരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുള്ള സകല സങ്കുചിതത്വങ്ങളും ഇല്ലാതെയാവുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിലെ സാമൂഹ്യമായ കർമ്മങ്ങളുടെ മുഴുവനും ഈ സങ്കുചിതത്വത്തിന്റെ നിരാസം നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിലാകുമ്പോൾ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ച തമ്പുരാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരേ സഫിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളാണ്. അടുത്ത മുതലാളിയുണ്ട്, അടുത്ത തൊഴിലാളിയുണ്ട്, രാജാവുണ്ട്, പ്രജയുണ്ട്, ഉടമയുണ്ട്, അടിമയുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്. ഇവരെല്ലാവരും അവരെ എല്ലാവരെയും സൃഷ്ടിച്ച സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്, അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ പ്രാർത്ഥിക്കുന്നു, അവനോട് ആരാധിക്കുന്നു, അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നു, അവന്റെ മുന്നിൽ കുമ്പിടുന്നു, അവന്റെ മുന്നിൽ കൈകെട്ടുന്നു, അവന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അവർ അതുവഴി മനുഷ്യർ തമ്മിലുള്ള സങ്കുചിതത്വങ്ങളുടെ മുഴുവനും അടിവേരറുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന വിഭാഗത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ പേരിലുള്ള സംഘർഷങ്ങൾക്ക് യാതൊരു അടിത്തറയുമില്ല. അവയെല്ലാം തന്നെ നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങളിൽ ഉത്തമൻ ഏതെങ്കിലും അർത്ഥത്തിൽ വെളുത്തവനോ കറുത്തവനോ ഉന്നതൻ കുലജാതനായി അറിയപ്പെടുന്നവനോ പ്രത്യേക ദേശത്തിലുള്ളവനോ പണക്കാരനോ പണിക്കാരനോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളിൽ ഉത്തമൻ നിങ്ങൾ വിമലമായ കർമ്മങ്ങൾ വഴി, വിശുദ്ധമായ വിശ്വാസം വഴി സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ അടുക്കലേക്ക് അടുത്ത മുത്തഖികളാണ് നിങ്ങളിൽ ഉത്തമന്മാർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ സിദ്ധാന്തം നമസ്കാരത്തിലൂടെ പൂർണ്ണമായും പ്രയോഗവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഇമാമിന്റെ കീഴിൽ ഒരേ പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടുകൊണ്ട് തോളോട് തോളുരുമ്മി എല്ലാ വിഭാഗക്കാരും നിന്നുകൊണ്ട് ഉള്ള നമസ്കാരം വഴി. എന്നാൽ നമസ്കരിക്കുന്ന ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും കുഴപ്പങ്ങളുമില്ലേ എന്ന് നമ്മൾ തീർച്ചയായും വിചാരിച്ചേക്കാം. സ്വാഭാവികമായും നമസ്കാരത്തിന്റെ ആത്മാവ് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും നമസ്കാരം പൂർണ്ണമായി പടച്ചതമ്പുരാന്റെ മുന്നിൽ നമസ്കാരത്തിലൂടെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അത്തരം സംഘട്ടനങ്ങളുടെ, അത്തരം പ്രശ്നങ്ങളുടെ അടിവേരറുക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ വിഷയകമായി സൂചിപ്പിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹംസ, കൊച്ചി. ബാങ്കിങ് സംവിധാനത്തെ സമ്പുഷ്ടമാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പലിശ സംവിധാനം. കൂടാതെ അതൊരു പാർട്ട്ണറായിട്ട് പലരും കണക്കാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാം അതിനെ വിരോധിച്ചു? ഇസ്ലാം എന്തുകൊണ്ട് പലിശയെ നിരോധിച്ചു എന്നുള്ളത്. ഇസ്ലാം എന്തുകൊണ്ട് പലിശയെ നിരോധിച്ചു എന്നാണ് ബഹുമാന സുഹൃത്ത് ഹംസ സാഹിബിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അനുവാദങ്ങളും നിരോധങ്ങളുമെല്ലാം അടിസ്ഥാനപരമായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ അങ്ങനെ കൽപ്പിച്ചതുകൊണ്ട് എന്നാണ്. മദ്യം എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പടച്ചവൻ മദ്യം പാടില്ല എന്ന് കൽപ്പിച്ചു എന്നാണ് ഒരു മുസ്ലിമിന്റെ മുന്നിലുള്ള ഉത്തരം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ലോട്ടറി നിരോധിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആത്യന്തികമായി സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ അത് തിന്മയാണ് എന്ന് വിധിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ പടച്ചവൻ തിന്മയാണ് എന്ന് വിധിച്ച കാര്യങ്ങൾ അവ എല്ലാം തന്നെ
മനുഷ്യർക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്, മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്, മനുഷ്യരുടെ മാനവികതയെ തകർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പടച്ചവൻ അനുവദിച്ച കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നതാണ്, മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാക്കുന്നതാണ്, മനുഷ്യരെ നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടി പര്യാപ്തമാക്കുന്നവയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഉള്ള ഉത്തരം മദ്യം നിരോധിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കരളിന് ക്യാൻസർ വരുന്നത് കൊണ്ട് എന്നല്ല, മറിച്ച് പടച്ചവൻ നിരോധിച്ചത് കൊണ്ട്, പടച്ചവൻ കൽപ്പിച്ചത് കൊണ്ട്, പടച്ചവന്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ നന്മയും തിന്മയും ആത്യന്തികമായി വ്യവച്ഛേദിക്കുവാനുള്ള അവകാശവും അധികാരവും പടച്ചവനാണ്. ഇനി പലിശയിൽ എന്താണ് തിന്മ? പലിശയിലെ തിന്മ പലിശ പ്രകൃതി വിരുദ്ധമാണ് എന്നതാണ്. പലിശയിലെ തിന്മ പലിശ സമൂഹത്തെ അപകടപ്പെടുത്തുന്നതാണ് എന്നതാണ്. പലിശയിലെ തിന്മ പലിശ പ്രയാസപ്പെടുന്നവനെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതാണ് എന്നതാണ്. പലിശയിലെ തിന്മ പലിശ അടിച്ചമർത്തപ്പെടുന്നവനെ വീണ്ടും അടിച്ചമർത്തുവാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ്. പലിശയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പലിശ ഒരു ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മഹാതിന്മ തന്നെയായിരുന്നു 15-ാം നൂറ്റാണ്ട് വരെ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം എടുത്താൽ, അത് ബൈബിളാകട്ടെ, മനുസ്മൃതിയാകട്ടെ, അതേപോലെ തന്നെ തോറാ പുസ്തകമാകട്ടെ, ഇങ്ങനെ എന്തെടുത്താലും പലിശയെ കാണുന്നത് വലിയ ഒരു തിന്മയായിട്ട്. ഇതേപോലെ തന്നെ ലോകത്തെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളല്ലാത്ത രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങൾ എടുത്താൽ, പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിനെ പോലെയുള്ള മീമാംസാ ഗ്രന്ഥങ്ങൾ എടുത്താൽ അവിടെയും നമ്മൾ കാണുക പലിശ തിന്മയാണ് എന്നുള്ള സംസാരമാണ്. എന്തുകൊണ്ട് പലിശ തിന്മയാകുന്നു? പലിശയുണ്ടാകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ മനുഷ്യർ സാമ്പത്തികമായ വിഷയത്തിലുള്ള പരസ്പരമുള്ള സഹായം അവസാനിക്കുകയാണ്. പലിശയുണ്ടാകുന്നതോടുകൂടി ഈ പണം എന്തിനു വേണ്ടിയാണ്? പണത്തിനാണല്ലോ പലിശ. എന്തിനു വേണ്ടിയുള്ളതാണ് പണം? വസ്തുവിന് പകരമായി നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് പണം. അപ്പോൾ വസ്തുവിന്റെ നിയമങ്ങളെല്ലാം പണത്തിനും ബാധകമാകണം. വസ്തുവിന്റെ നിയമങ്ങൾ, നാം ഭക്ഷണത്തിന് വേണ്ടി പണം കൊടുക്കുന്നു, അതേപോലെ തന്നെ വസ്ത്രത്തിന് വേണ്ടി പണം കൊടുക്കുന്നു. ഈ വസ്തുവിന് പകരമായി നമ്മൾ അല്ല, പണത്തിന് സ്വന്തമായി യാതൊരു പർപ്പസും ഇല്ല. വസ്തുവിന് പകരമായി അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് പണത്തിന് ഉള്ള പ്രസക്തി. അപ്പോൾ വസ്തുവിന്റെ നിയമങ്ങൾ പണത്തിനും ബാധകമാകണം. ഏത് ഭൗതിക വസ്തുവാണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അതിന്റെ വില നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക, അതില്ലാതെയാവുകയാണ് ഉണ്ടാവുക, അത് കേടുവരികയാണ് ഉണ്ടാവുക. എന്നാൽ വസ്തുവിന് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള മീഡിയമായി നമ്മൾ ഉപയോഗിക്കുന്ന പണവും വെറുതെ കിടന്നു കഴിഞ്ഞാൽ അതിന് മൂല്യശോഷണം വരണം, അല്ലെങ്കിൽ പണത്തിന്റെ ചംക്രമണം ഉണ്ടാവില്ല. എന്നെ പലിശക്ക് കൊടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പണം അയാളെ സംബന്ധിച്ചിടത്തോളം വെറുതെ കിടക്കുകയാണ്. അയാൾക്ക് പണം ചംക്രമണം ചെയ്യണമെന്നില്ല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്താലും അയാൾക്ക് കാശ് കിട്ടിയാൽ മതി, മാസത്തിന് പണം കിട്ടിയാൽ മതി. ഇങ്ങനെയാകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സാമ്പത്തിക ശാസ്ത്രപരമായി തന്നെ പലിശ ഒരു അപകടകരമായ പ്രതിഭാസമായി തീരുകയാണ്. എന്തുകൊണ്ടെന്നാൽ പണത്തിന്റെ യഥാർത്ഥത്തിലുള്ള മൂല്യം അത് സമൂഹത്തിൽ ചംക്രമണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് പലിശയുടെ അപകടം, പലിശ കൊണ്ടാണ് ലോകത്ത് സാമ്പത്തികമായ ചൂഷണങ്ങൾ എല്ലാം നിലനിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പലിശ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവനെ അവനെ അടിമപ്പെടുത്തി നിർത്തുവാൻ പണക്കാരന്, വ്യക്തിയാണെങ്കിലും രാജ്യമാണെങ്കിലും എല്ലാം കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ പാവപ്പെട്ടയാളെ, പണം ആവശ്യമുള്ളയാളെ പണം ഉപയോഗിച്ച് സ്വന്തം
ജീവിതത്തിന്റെ നിലവാരം നന്നാക്കേണ്ട ഇയാളെ അയാളുടെ പ്രയാസങ്ങളിൽ കൂടുതൽ പീഡിപ്പിക്കുകയാണ് പലിശ ചെയ്യുന്നത്. അതാണ് പലിശയുടെ പ്രശ്നം. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കുറെ കാലമായി 2007 മുതൽ തുടർന്ന് വന്നത് ഇന്ന് വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഒരു വ്യാഘ്രത്തിന്റെ കണക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ചെന്നാൽ മൂല്യരഹിതമായ പണവും അതോടൊപ്പം തന്നെ ഈ പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പലിശയുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അടിസ്ഥാനപരമായ കാരണമെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ പലിശ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ട്രാൻസാക്ഷൻ അല്ല, മറിച്ച് കമ്പ്യൂട്ടറുകളിലൂടെയുള്ള അക്കങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ്. ഈ അക്കങ്ങൾ പരസ്പരം ട്രാൻസാക്ഷൻ നടക്കുകയും പണം, പാവപ്പെട്ടവന്റെ പണം, അവരുടെ അധ്വാനം, അവരുടെ കായശേഷി എല്ലാം പണക്കാരന് ദുരുപയോഗം ചെയ്യുവാൻ കാരണമായി ഭവിക്കുകയും ചെയ്യുകയാണ് പലിശ വഴിയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലിശ മാനവവിരുദ്ധമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലിശ അപകടകരമാണ് എന്ന് പറയുന്നത്. അള്ളാഹുവാണെങ്കിൽ പലിശ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പലിശയുടെ അപകടം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മതി. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഒരാൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പവൻ കണക്കിന് ഒരു 4 പവൻ ആ ഒരാളോട് കടം വാങ്ങി എന്ന് വിചാരിക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്. അങ്ങനെ കടം വാങ്ങി ഒരു 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കടം വാങ്ങിയാൽ ഇന്ന് അയാളുടെ പിന്മുറക്കാരന് തിരിച്ചു കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? കണക്ക് കൂട്ടുക. നമ്മുടെ ഭൂമിയുടെ കനത്തിന്റെ 3 ഇരട്ടി കനമുള്ള സ്വർണ്ണക്കട്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ ഒരു ഏർപ്പാടാണ്. അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം, കടം കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് സംഭവിക്കുന്നു അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിച്ചാലും അയാളുടെ പണം കൂടി വരും. അതേസമയം ലോകത്തിന് തിരിച്ചടക്കാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ വാങ്ങിയവന് തിരിച്ചടക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷമാണ് സംജാതമാവുക. ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. പലിശയുടെ സാമ്പത്തിക വശങ്ങൾ ഒരല്പ സാമ്പത്തിക ശാസ്ത്രപരമാണ്. അതുകൊണ്ട് തന്നെ വളരെ തുറന്നൊരു വേദിയിൽ വളരെ ക്ലിഷ്ടമായി അത് അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കുക പ്രയാസകരമായിരിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഫൽ, കൊടുങ്ങല്ലൂർ മതിലകം സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, ഇന്ന് ഒരു പ്രമുഖ മലയാള പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു ഗോവിന്ദ് ഖുരാനയുടെ പുതിയ ജീനോമിക്സ് പഠനങ്ങളെ കുറിച്ചിട്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിസ്മയിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. അതിൽ നാം വായിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖദറിനെ സംബന്ധിച്ച വിഷയമാണ്. ഏകദേശം ഒരു 50,000 വർഷങ്ങൾക്ക് മുൻപ് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇന്ന് ആ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ കാണാനിടയായി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സകല നിഖില മേഖലകളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കോളേജിൽ പോയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യും, അല്ലെങ്കിൽ ആരൊക്കെ അവൻ നോക്കും എന്നുവരെയുള്ളത് അവൻ്റെ DNA കോഡിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടുണ്ട് എന്ന് പുതിയ ശാസ്ത്രം പറയുന്നതായിട്ട് ഇന്ന് വായിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഖുർആനിൻ്റെ അമാനുഷികതയല്ലേ? അതായത് ഈ ഖദറിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ശരിക്കും ഈ രേഖപ്പെടുത്തപ്പെട്ടതാണോ ഒരു വ്യക്തി ചെയ്യുക, അതല്ല അവനക്ക് സ്വതന്ത്രമായിട്ട് മോട്ടീവ്സ് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. പിന്നെ പുതിയ ജീനോമിക്സ് പഠനങ്ങൾ തെളിയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഖദറുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ പുതിയ ജീനോമിക്സ് ശരിപ്പെടുത്തുന്നില്ല എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഖദർ എന്നത് അപഗ്രഥനത്തിന് കഴിയാത്ത ഒരു വിഷയമാണ് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല അത്, നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുന്ന വിഷയമല്ല അത്, നിങ്ങൾ അതിൽ തർക്കിക്കരുത് എന്ന്. എന്തുകൊണ്ടാണ് തർക്കിക്കാൻ പറ്റാത്തത്? ഒരു വിഷയത്തിൽ നമ്മൾക്ക് തർക്കിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? തർക്കത്തിൽ നിന്ന് മുക്തമാകുന്നത് എന്തുകൊണ്ടാണ്? അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ പരിധിക്ക് പുറത്തുള്ളത് കൊണ്ടാണ്.
നമ്മുടെ തലച്ചോറിനൊരു പരിമിതിയുണ്ട്. തലച്ചോറിന്റെ പരിമിതി ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനേ നമുക്ക് കഴിയുന്നുള്ളത്. പ്രപഞ്ചത്തിന് അതീതനായ സർവലോകരക്ഷിതാവായ തമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ തമ്പുരാൻ, ആ പ്രപഞ്ച സ്രഷ്ടാവിന്റെ അറിവുമായി, അവന്റെ ഇൽമുമായി ബന്ധപ്പെട്ടതാണ് ഖദർ. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അറിവ് എന്നത് നമ്മുടെ തലങ്ങളിൽ നമ്മുടെ അറിവുമായി താരതമ്യം പോലും അർഹിക്കുന്ന കാര്യമല്ല. പടച്ചവന്റെ അറിവിന് കാലമില്ല. നമുക്ക് മനസ്സിലാവുമോ കാലമില്ലാത്തൊരറിവ്? അതല്ലാതെ അങ്ങനെ ഒന്നും ഇല്ലാത്തതല്ല. നമ്മുടെ കണ്ണിന് വിബ്ജിയോറെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും ഉണ്ട് അവിടെ. പക്ഷെ നമ്മുടെ കണ്ണിന്റെ പരിമിതി കൊണ്ട് നമുക്ക് അൾട്രാ വയലറ്റ് കാണാൻ പറ്റൂല. നമ്മുടെ കണ്ണിന്റെ പരിമിതി കൊണ്ട് നമുക്ക് ഇൻഫ്രാറെഡ് കാണാൻ പറ്റൂല. നമ്മുടെ കണ്ണിന്റെ പരിമിതി കൊണ്ട് നമുക്ക് എക്സ്റേസ് കാണാൻ പറ്റൂല. നമ്മുടെ കാതിന്റെ പരിമിതി കൊണ്ട് 20 മെഗാഹെർട്സിന് താഴെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂല. നമ്മുടെ കാതിന്റെ പരിമിതി കൊണ്ട് 20,000 മെഗാഹെർട്സിന് മുകളിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ശബ്ദവീചികൾ നമ്മുടെ കാതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന്റെ അർത്ഥം അതൊന്നും ഇല്ല എന്നല്ല. ഇതേപോലെ അള്ളാഹുവിന്റെ അറിവ് നമ്മുടെ അപഗ്രഥനത്തിന് പുറത്തുള്ളതാണ്. പടച്ചവന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ് ഖദർ എന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖദറിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്, നിങ്ങൾ തർക്കിക്കരുത്. അതേസമയം ഇവിടെ എന്റെ സുഹൃത്ത് അവസാനം ചോദിച്ച പ്രശ്നം, ഇതിലെ സ്വാതന്ത്ര്യമുണ്ടോ, മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അവൻ അത് കാണും. അതിനർത്ഥം എന്താണ്? നന്മ ചെയ്യാൻ തിന്മ ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയും എന്നർത്ഥം. ആ ചെയ്യാനുള്ള കഴിവ് അവര് പടച്ച തമ്പുരാൻ സ്വതന്ത്രമായി നൽകിയതാണ്. എന്നാൽ ഈ കഴിവ് ഖദറിന് പുറത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. തീർച്ചയായും പടച്ചവന്റെ അറിവിനും പടച്ചവന്റെ കഴിവിനും പടച്ചവൻ നമുക്ക് സൃഷ്ടിച്ച പരിമിതിക്കുമെല്ലാം ഉള്ളിൽ തന്നെയാണ് ഇതുമുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യം ഒരു വസ്തുതയാണ്, ഖദറും ഒരു വസ്തുതയാണ്. സ്വാതന്ത്ര്യം വസ്തുതയാകുന്നതോടൊപ്പം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഖദർ വസ്തുതയാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അനുഭവത്തിന് പുറത്തുള്ളതാണ്, നമ്മുടെ അപഗ്രഥനത്തിന് പുറത്തുള്ളതാണ്. ഇനി അതിലെ ജീനോമിക്സ് പഠനങ്ങൾ, ജീനോമിക്സ്